പൊതുതെരഞ്ഞെടുപ്പുകളിൽ പോലും കാണാത്തത്ര ആവേശത്തിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം മുഴുവൻ കൊട്ടിയിറങ്ങുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ കൂട്ടിക്കിഴിച്ച കണക്കുകളും ഓടിയുറപ്പിച്ച വോട്ടുകളുമൊക്കെ പെട്ടിയിലാക്കാനുള്ള അവസാന ശ്രമത്തിന്റേതാണ്. ബി.ജെ.പി. അനുകൂല മണ്ഡലമെന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ വിധിയെഴുതിയ മണ്ഡലത്തിൽ സിറ്റിംഗ് എം.എൽ.എ. ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വണ്ടി കയറിയതോടെ പാലക്കാട് ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നുവെങ്കിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ പ്രവചനാതീതമാക്കുന്നു. പ്രിയങ്ക ഗാന്ധി എന്ന നേതാവിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് കിട്ടാത്തത്ര മാധ്യമ ശ്രദ്ധ പാലക്കാടേക്ക് എത്തുന്നത് ബി.ജെ.പി. കോൺഗ്രസ് ഡീൽ തുറന്നു പറഞ്ഞ പി സരിന്റെ ആദ്യ വാർത്താസമ്മേളനം മുതലാണ്. സരിന് പിന്നാലെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഓരോന്നോരോന്നായി കോൺഗ്രസിനോട് കലഹിച്ച് പുറത്തേക്കിറങ്ങുമ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായത് വി.ഡി. സതീശന്റെ കടുംപിടുത്തത്താലാകണം. രാഹുലോ പ്രിയങ്കയോ എത്തുമ്പോൾ ലീഗിന്റെ പച്ചക്കൊടി ഉയർത്താൻ പോലും അനുവദിക്കാത്തത്ര പ്രത്യേകതരം മതനിരപേക്ഷ നിലപാടുള്ള കോൺഗ്രസിന് പാലക്കാട് എസ്.ഡി.പി.യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വർഗീയ വോട്ടുകൾ വാങ്ങി പെട്ടിയിലിടാൻ ഒരു മടിയും ഉണ്ടാകുന്നില്ല. വ്യാജപ്പണം, വ്യാജമദ്യം, വ്യാജ വോട്ട്, വ്യാജ പ്രസിഡന്റ്, അങ്ങനെ അടിമുടി വ്യാജന്മാർ അരങ്ങുവാണ പാലക്കാട് കോൺഗ്രസിന്റെ ഇന്നിന്റെ ജനാധിപത്യ മുഖം പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളെ കൂട്ടിയിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞ സന്ദീപ് വാര്യരാണ്. കയറ് വലിയുമ്പോൾ മാത്രമേ പശുവിന് പാരതന്ത്ര്യത്തിന്റെ ബോധമുണ്ടാകൂ എന്ന് പറഞ്ഞ പോലെ സന്ദീപ് വാര്യരുടെ കഴുത്തിലുള്ള സ്നേഹത്തിന്റെ ചായക്കടയുടെ കന്നിമൂല RSS ശാഖയ്ക്ക് കാവൽ നിന്ന സുധാകരനും ഗോൾവാൾക്കറെ പൂജിച്ച വി.ഡി. സതീശനുമായതിനാൽ പാരതന്ത്ര്യത്തിന്റെ ശങ്ക ഉണ്ടാകുകയുമില്ല. കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട് കളം നിറഞ്ഞ പാലക്കാടൻ പോരിൽ ജനവിധി ആരെ തുണയ്ക്കും? ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ അതിഥികളായി ചേരുന്നത് PMR ഷോ CPIM-ൽ നിന്നും അഡ്വക്കേറ്റ് PM നിയാസ്, കോൺഗ്രസ് നേതാവ്, S. ജയശങ്കർ, BJP നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ PMR ഷോയിലേക്ക്. ഷോ ആദ്യ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്നും പാലക്കാട് ഒരുപാട് മുന്നിലേക്ക് പോകാൻ LDF-ലായിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന മണ്ഡലത്തിൽ നിലവിൽ തികഞ്ഞ വിജയപ്രതീക്ഷ വെക്കാൻ സാധിക്കുക ഒരു മുന്നണിക്ക് എന്നുള്ളത് ചെറിയ കാര്യമായി കരുതുകയും ചെയ്യുന്നില്ല. പക്ഷെ നോക്കൂ, അപ്പോഴും ചില കണക്കുകൾ കൊണ്ട് LDF ക്യാമ്പിന്റെ ആവേശം, ആത്മവിശ്വാസം എത്രമാത്രമാണ് എന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തായിരുന്നല്ലോ അന്ന് LDF ഉണ്ടായിരുന്നത്. ഒന്നാം സ്ഥാനവുമായി 17,459 വോട്ടുകളുടെ വ്യത്യാസമുണ്ട് LDF-ന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു മാസക്കാലം കൊണ്ട് ഏകദേശം 18,000-ഓളം വോട്ടുകളുടെ മാർജിൻ ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് LDF-ന്റെ ഗ്രൗണ്ട് പാലക്കാട് മാറുന്നത് എങ്ങനെയാണ്? അല്ല, ഇതിനു മുൻപും വിവിധങ്ങളായ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ഇതുപോലെ കണക്കുകളുമായി ഇരുന്ന ഒരുപാട് മുന്നണികൾ നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. ഏറ്റവും ഒടുവിൽ വട്ടിയൂർക്കാവിലും നമ്മൾ കണ്ടതാണ് സമാനമായ നിലയിലുള്ള കണക്കുമായി ഇടതുപക്ഷം ചിത്രത്തിലില്ല എന്ന നിലയിലായിരുന്നു വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസും അതേപോലെ തന്നെ BJP-യും ഈ നാട്ടിലുള്ള വലതുപക്ഷ മാധ്യമങ്ങളും പ്രചരണം നടത്തിയത്. എന്നാൽ വളരെ ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തു. വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയം ജനങ്ങളോട് ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വട്ടിയൂർക്കാവിൽ വിജയിപ്പിക്കുന്ന കാഴ്ച കണ്ടു. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിർത്തുന്ന കാഴ്ച കണ്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമെത്തുമ്പോൾ ഏറെക്കുറെ സമാനമായ നിലയിലായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷം അപ്രസക്താണ് എന്ന് പറഞ്ഞ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ കളമൊരുങ്ങുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഡോക്ടർ P. സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ലോഞ്ച് ചെയ്യുന്ന ഘട്ടം മുതൽ ഇങ്ങോട്ട് ഇടതുപക്ഷം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയ കുതിപ്പ് ഈ നാടാകെ അംഗീകരിച്ചിട്ടുള്ളതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചിത്രത്തിലില്ല എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് ത്രികോണ മത്സരം എന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് പുറകിലാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക്
അവർ മുന്നേറി എന്ന് പറയാൻ പ്രയാസം കാണും. അതുകൊണ്ട് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലവിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒന്നാമത് എത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത മറച്ചു പിടിക്കാൻ പല ആളുകളും ശ്രമിക്കുന്നത്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം രാഷ്ട്രീയപരമായി പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് ഇതിനോടകം തന്നെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഈ നാടാകെ സ്ഥാനാർത്ഥിയെ ഹൃദയത്തിലേറ്റിയ കാഴ്ചയാണ്, അനുഭവമാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പോയ കാലത്തൊന്നും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാതിരുന്ന, ഇടതുപക്ഷത്തിന് വോട്ടേ ചെയ്തിട്ടില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങളടക്കം ഡോക്ടർ പി സരിനെ സ്വീകരിച്ചതിൻ്റെ ഏറ്റെടുത്തതിൻ്റെ അനുഭവമാണ് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ കളത്തിൽ ഞങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അവിടെയും അവസാനിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത വിവിധങ്ങളായ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. അത് പോയ കാലത്ത് ഡോക്ടർ പി സരിൻ കോൺഗ്രസിൻ്റെ പാളയം വിട്ട് വരുന്ന ഘട്ടത്തിൽ തന്നെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്നതിന് വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നു. കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് കോൺഗ്രസിനെ സംഘപരിവാരത്തിൻ്റെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ എടുത്ത ചില ആളുകൾ, ആ കൊട്ടേഷൻ എടുത്ത ആളുകളിൽ പ്രമുഖൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ RSSനെ അടിപ്പെടുന്ന നിലയിലേക്ക് കോൺഗ്രസിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, അതിനാവശ്യമാകുന്ന നിലയിലേക്ക് BJPയുമായി ഉണ്ടാക്കിയിട്ടുള്ള വിവിധങ്ങളായ തെരഞ്ഞെടുപ്പ് ഡീലുകൾ ഉൾപ്പെടെ അതിൻ്റെ വിശദാംശങ്ങൾ അടക്കം ഈ നാടിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ പി സരിൻ കോൺഗ്രസിൻ്റെ പാളയം വിടുന്നത്. അത് മുതൽ ഇങ്ങോട്ടുള്ള വിവിധങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ നാട് ചർച്ച ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി ആരോടും സന്ധി ചെയ്യാൻ മടിയില്ലാത്ത ആളുകളായി കേരളത്തിലെ കോൺഗ്രസ് മാറി എന്നതിനെ സംബന്ധിച്ച് ഈ നാട് ചർച്ച ചെയ്യുന്നുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് നഗരത്തിലെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിന് വലിയ പ്രഹരം സൃഷ്ടിച്ച 2 കൊലപാതകങ്ങൾ ഈ മണ്ണിൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ശ്രീനിവാസൻ വധക്കേസും അതേപോലെ തന്നെ RSS നടത്തിയിട്ടുള്ള കൊലപാതകവും. ഈ 2 കൊലപാതക കേസിനകത്ത് നേതൃത്വം കൊടുത്ത ആളുകൾ, ഒന്ന് RSS, 2 SDPI. ആ SDPIയുടെ തോളത്തും കൈയിട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഈ നാടിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഗൗരവകരമായ നിലയിൽ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. 13.5 കൊല്ലക്കാലം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പ്രതികരിച്ചുകൊണ്ടിരുന്ന MLA പാലക്കാട് നിയോജക മണ്ഡലത്തിൽ എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്? വികസന മുരടിപ്പിന്റെ നിരവധിയായ സ്മാരകങ്ങൾ പാലക്കാട് നഗരത്തിലാകെ കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ ഏതൊരു നഗരത്തോടും താരതമ്യം ചെയ്യുമ്പോൾ ഏറെ പുറകിലാക്കി പാലക്കാടിനെ മാറ്റിയ നിലയിലേക്കുള്ള വികസന മുരടിപ്പ് ഈ നാട് ചർച്ച ചെയ്യുന്നുണ്ട്. പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഓരോ ദൈനംദിന ജീവിതം ഈ നാട്ടിലെ ജനങ്ങളുടേത് പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്കുള്ള നഗരസഭയുടെ ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ നാടിനകത്ത് ചർച്ചയാകുന്നുണ്ട്. ഇതിനൊരു മറുപടി ഞങ്ങൾ ഈ നാടിനകത്ത് ജനതയോട്, ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് 13.5 കൊല്ലക്കാലം UDFന്റെ MLAക്ക് സാധ്യമാകാതിരുന്നത്, 8 കൊല്ലക്കാലം പാലക്കാട് നഗരസഭയെ ഉൾപ്പെടെ ഭരിച്ച BJPക്ക് സാധ്യമാകാതിരുന്ന വികസന പ്രവർത്തനം വരാനിരിക്കുന്ന 1.5 വർഷക്കാലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയി, ഈ പാലക്കാടിന്റെ MLA ആയി ഡോക്ടർ പി സരിൻ വിജയിച്ചു വരുന്ന ഘട്ടത്തിൽ നടത്തി കാണിക്കുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. ആ ഉറപ്പിനെ ജനം ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി ഉള്ളത് എന്നുള്ളതാണ് PM നിയാസ്. സ്വാഭാവികമായും കഴിഞ്ഞ ടേമുകളിലൊക്കെയും UDFനോടൊപ്പം നിന്ന മണ്ഡലം എന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉറപ്പായും ഉണ്ടാകും. മാത്രമല്ല കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വളരെ വലിയ തോതിൽ അവിടെ പ്രവർത്തിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ആവർത്തിക്കുന്നതും കേട്ടു. ആ ആത്മവിശ്വാസവും ഉണ്ടാകും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഇന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഡോക്ടർ പി സരിൻ മുതൽ തുടങ്ങി ഇങ്ങോട്ട് 10 പേരാണ് കഴിഞ്ഞ 1 മാസ കാലയളവിൽ കോൺഗ്രസിനോട് കലഹിച്ച് പുറത്തേക്ക് പോയിട്ടുള്ളത്. അതിൽ കോൺഗ്രസിന്റെ തന്നെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിച്ച സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ ഒക്കെ ഉണ്ട്. സ്വാഭാവികമായും ഒരു വോട്ട് പോകുമ്പോൾ അതൊരൊറ്റ വോട്ടാകില്ല. അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളും ഉണ്ടാകും. നമ്മൾ പരസ്യമായി അവരെ കാണുന്നില്ല എങ്കിൽ പോലും. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ കോൺഗ്രസിന് തിരിച്ചടിയാകും എന്നൊരു അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ചെങ്കിലും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എവിടെയെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള ആശങ്കയുമുള്ള നിയോജകമണ്ഡലമല്ല. കഴിഞ്ഞ പാർലമെൻറ്റിൽ 18,139 വോട്ടാണ് ഞങ്ങളും CPM തമ്മിലുള്ള വ്യത്യാസം. അസംബ്ലിയിലാണെങ്കിൽ 17,646 ഞങ്ങളും CPM തമ്മിലുള്ള വ്യത്യാസം. ഇത് അവിടെ നിൽക്കട്ടെ.
ഒരു 50 കൊല്ലത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ 2 തവണ മാത്രമാണ് CPM വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് സാഹചര്യങ്ങളുമുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും കൈകളിൽ ഭദ്രമായിട്ടാണ് പാലക്കാട് നിന്നിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനും ആർഷോ പറഞ്ഞു, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനെക്കാട്ടും വലിയ രീതിയിലുള്ള ഒരു അവർക്കനുകൂലമായ പ്രചരണം ഉണ്ടായി. എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടെ നവീൻ ബാബുവിനെ എന്ന ഒരു വ്യക്തിയെ, അതും CPM കുടുംബത്തിൽപ്പെട്ട CPMകാരായ 2 പെൺകുട്ടികളുടെ അച്ഛൻ, ആ അച്ഛനെ കൊന്ന ദിവ്യയെ പാർട്ടി തലയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. അങ്ങയുടെ ആർഷോയുടെ പാർട്ടിയായ SFIയും DYFIയുമാണ് അവരുടെ വീടുകൾ. തുടക്കത്തിലെ ഇടപെടുന്നത് ക്ഷമിക്കണം, പക്ഷേ അല്പം കൂടി മുമ്പ് ഇടപെടണമെന്നുണ്ടായിരുന്നു. എങ്കിലും താങ്കൾ പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് ഓർത്ത് മിണ്ടാതിരുന്നതാണ്. താങ്കൾ ആദ്യം തന്നെ പറയുന്നത് CPMുമായിട്ടുള്ള കണക്ക് വ്യത്യാസമാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന് അദ്ദേഹം ആ മണ്ഡലത്തിൽ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ താങ്കൾ CPMുമായിട്ടുള്ള കണക്കുകളെ തട്ടിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ആർഷോ പറഞ്ഞതുപോലെ പരസ്യമായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോഴും ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കൊക്കെ അങ്ങനെയല്ലാത്തൊരു സാഹചര്യം, 3-ൽ നിന്ന് നിങ്ങളോട് മത്സരിക്കാവുന്നിടത്തേക്ക് LDF എത്തിയിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടല്ലേ? നോക്കൂ അർഷിത, താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് ആർഷോ പറഞ്ഞൊരു കാര്യത്തിലേക്ക് പറയുകയാണ്. അപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ മരണം, അതിൽ കൊലയാളിയായി പ്രതിചേർക്കപ്പെട്ട നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ നിങ്ങളെടുത്ത നിലപാട്, നിങ്ങൾ അതേപോലെ തന്നെ വാളയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ പ്രതിയെ നിങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടന്നത്, ഇവിടെ ഒരു 4 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച DYFIക്കാരനെ നിങ്ങൾ എങ്ങനെയാണ് സംരക്ഷിച്ചതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ സിദ്ധാർത്ഥനെ കൊന്നവർ, അതിനൊന്നും മറുപടി പറയാതെയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഗുണമാണ്. ഞാനൊരു കാര്യം പറയാമല്ലോ, 8.5 കൊല്ലമായി നിൽക്കുന്ന മുനിസിപ്പൽ ഭരണം അവിടെ മോശമാണ്, സംശയിക്കേണ്ട. അതേപോലെ എനിക്ക് പാലക്കാടല്ല, അതിന് തൊട്ടടുത്തുള്ള ചേലക്കരയിൽ കഴിഞ്ഞ 3 മാസക്കായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന ആളാണ്. അവിടെ 18 കൊല്ലവും നിങ്ങളുടെ മന്ത്രിയും സ്പീക്കറുമായി മന്ത്രിക്കുപ്പായം അണിഞ്ഞ 28 വർഷമായി MLA ആയി നിങ്ങളുടെ പാർട്ടി നിൽക്കുന്ന ഒരു നിയോജകമണ്ഡലത്തിലെ വികസനം ഞാൻ നേരിട്ട് കണ്ടതാണ്. 66 റോഡുകളാണ് പൊളിഞ്ഞ് പാളീസായത്. അവിടുത്തെ റോഡുകൾ പോലും അശാസ്ത്രീയമായി കൊണ്ട് മുന്നോട്ട് പോകുന്നു. കേരളത്തിൽ എവിടെയെങ്കിലും എൻ്റെ പൊന്ന ആർഷോ അങ്ങ് സഞ്ചരിക്കുന്ന ആളല്ലേ, കേരളത്തിൽ ഏതെങ്കിലും ഒരു റോഡുകൾ കുണ്ടും കുഴിയുമില്ലാതെ ഒരു റോഡ് നിങ്ങൾക്ക് ഉണ്ടാവുമോ? എന്താ കാരണം? 1500 കോടി രൂപയാണ് താങ്കളുടെ ഗവൺമെൻറ് കരാറുകാർ കൊടുക്കാറുള്ളത്. കരാറുകാർ പണിയെടുക്കുന്നില്ല. മുനിസിപ്പാലിറ്റികൾക്ക്, താങ്കളുടെ മുനിസിപ്പാലിറ്റികൾക്ക് മാത്രമല്ല പഞ്ചായത്തുകൾക്ക് പോലും താങ്കളുടെ ഗവൺമെൻറ് പണം കൊടുക്കുന്നില്ല. കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് എല്ലാ മണ്ഡലങ്ങളിലേക്കും നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. ഒരു മിനിറ്റ്, ആകെ 1 മണിക്കൂറല്ലേ ഉള്ളൂ. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലേക്കും നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. നിലവിൽ നമ്മൾ പാലക്കാട് മണ്ഡലത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടക്കുന്നു. മറ്റ് ഘടകങ്ങൾ അവിടെ വർക്ക് ചെയ്യും, സംശയമില്ല. പക്ഷേ പാലക്കാടിന്റെ സവിശേഷ സാഹചര്യത്തിൽ ആ മണ്ഡലത്തിൽ തന്നെ ഒട്ടനവധി ഘടകങ്ങളുണ്ട് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, നിലവിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു PP ദിവ്യ ഉൾപ്പെടെയുള്ള ആളുകളെ CPM തലയിലേറ്റുന്നു എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ ദിവസം നമ്മൾ കാണുന്നത് മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കത്തിക്കണമെന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെ നിങ്ങൾ തലയിലേറ്റുന്നതാണ്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെയും കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അതിനങ്ങ് മറുപടി പറഞ്ഞില്ല. നോക്കൂ, 10-12 പേർ നിലവിൽ പ്രത്യക്ഷത്തിൽ കോൺഗ്രസിൽ നിന്നും പോയിട്ടുണ്ട്. അവർക്ക് പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. ഞാൻ പറയട്ടെ അസിത, ഞാൻ പറയട്ടെ. താങ്കൾ ചോദിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ആർഷോ പറഞ്ഞല്ലോ, അതിനെനിക്ക് മറുപടി പറയാതെ താങ്കളുടെ ആവശ്യം എനിക്ക് മനസ്സിലായി. ഇതൊന്നും കേൾക്കാൻ കേരളത്തിലെ സഖാക്കൾ കേൾക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ചാനലിലൂടെ ഇത് കേൾക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലേക്ക് നിയമസഭയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ നിയമസഭയിലേക്ക് ഒരാൾ പോകണമെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഭരണം നടത്തുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഭരണം എങ്ങനെ ഉണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ പരിശോധിക്കില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ ഗവൺമെൻറ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലാണ്.
അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു മെച്ചം ആർഷോയുടെ പാർട്ടി കുറേ ബഹളമുണ്ടാക്കി. ഇപ്പോൾ ഞാൻ കോഴിക്കോട് നഗരത്തിൽ നിൽക്കുന്ന സ്മരിക്കുന്നത്, കോഴിക്കോട് നഗരത്തിൽ നിങ്ങളൊരു ഞങ്ങളുടെ ചേവായൂർ ബാങ്ക് പിടിച്ചത് ഞങ്ങൾ കണ്ടതാണ്. ജനാധിപത്യവുമില്ല, മതേതരത്വവുമില്ല, നിങ്ങൾക്ക് അക്രമവും തോന്നിവാസവും തെമ്മാടിത്തവും മാത്രമായി കുറേ ഗുണ്ടകളെ വളർത്തിയെന്നല്ലാതെ 8.5 കൊല്ലം കൊണ്ട് നിങ്ങൾ കേരളത്തിൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? പാലക്കാട് ജനങ്ങൾ ചോദിക്കുന്നു. പിന്നെ പാലക്കാട് ജനങ്ങൾക്ക് കുറേ പേര് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ സരീൻ താങ്കളുടെ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയാണ്. സരീൻ്റെ വീടിന് കുഴപ്പമുണ്ടായിട്ടില്ല, സരീനെ അനാവശ്യമായി ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ പ്രയാസപ്പെടുത്തിയിട്ടില്ല, സരീൻ്റെ തലയ്ക്ക് കുലംകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് 51 വെട്ടുവിട്ടാൻ ഞങ്ങൾ ഗുണ്ടകളെ വിട്ടിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾ ആലോചിക്കണം, LDFിൽ നിന്നും ഒരാൾ UDFിലേക്ക് മാറി, ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ്. ആ വനിതയെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ LDFിൻ്റെ നഗരസഭാ കൗൺസിലർമാർ ചെയ്തത്? അവരെ ആക്രമിക്കുന്ന ദൃശ്യം നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ, ഞാനത് പറയട്ടെ. അസിതക്ക് പൊള്ളും. പറയുന്നതിലെ വസ്തുതാവിരുദ്ധത ചൂണ്ടിക്കാട്ടുകയാണ് താങ്കൾ. അതുകൂടി ചേർത്ത് മറുപടി പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞു ഒരു തരത്തിലുള്ള അധിക്ഷേപവും പി സരിന് പാർട്ടി വിട്ടതിന്റെ പേര് നേരിട്ടിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ പറയുന്നത്, പി സരിന് ഭാര്യയെ ചേർത്തൊരു വാർത്താ സമ്മേളനം വിളിച്ച് അധിക്ഷേപം ഇനിയും തുടർന്നാൽ കേസ് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപമായിരുന്നു അത്. നിങ്ങൾ കേൾക്കട്ടെ, ഞാൻ പറയട്ടെ അസിത, അതല്ലേ ഉണ്ടായുള്ളൂ. ഒരു വനിതക്ക് ഒരു നഗരസഭയിലെ കൗൺസിലർ മുന്നണി മാറിയപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആക്രമിച്ചത്? അവരെ ചെരുപ്പ് മാലയിട്ടു, അവരെ വീടാക്രമിച്ചു, അവരെ ചില്ല് പൊളിച്ചു, അവരെ വാഹനം തടഞ്ഞു വെച്ചു, അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഭീകരമായി ശാരീരിക അക്രമം ഒരു സ്ത്രീയോട് കാണിച്ച നിങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഞങ്ങളെ പാർട്ടിയിൽ ആർക്കും പോകാം, ഞങ്ങൾ ആരെ 51 വിട്ടില്ല. അതുകൊണ്ട് ജനാധിപത്യ പാർട്ടിയാണ്. നിങ്ങളെപ്പോലെ ഗുണ്ടകളും തെമ്മാടികളുമായി ഒരു തെമ്മാടിക്കൂട്ടത്തെ വളർത്തിയെടുത്ത രാഷ്ട്രീയ പാരമ്പര്യം നമുക്കല്ലാത്തതുകൊണ്ട് പലരും പോകുന്നതിന് വിരോധമില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കുറേ പേര് പോയല്ലോ, നിങ്ങൾ തലയെ കൊണ്ടുവരുന്നല്ലോ. അനിൽകുമാർ, KP അനിൽകുമാർ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ലേ? ഞങ്ങളാരെയും അദ്ദേഹത്തെ ആക്രമിച്ചു? ഞങ്ങളാരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയോ? ഞങ്ങളുടെ രജികുമാർ KPCC സെക്രട്ടറി ആയിരുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾ വലിയ സ്ഥാനത്ത് കൊടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിയിൽ മത്സരിച്ച ഒരു വ്യക്തിയല്ലേ PS പ്രശാന്ത്? ഇപ്പോൾ നിങ്ങൾ ശബരിമലയിലെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി വെച്ചില്ലേ? ഞങ്ങൾക്ക് അതിലൊന്നും വിഷയമില്ല. നിങ്ങളെ പാർട്ടിയിൽ നിന്ന് ഒരാൾ വന്നാൽ അത് ഉണ്ടാവുന്ന ഗതികേട് അവൻ 51 വെട്ടി അവനെ കൊല്ലുന്നതാണ്, കൊലംകുത്തിയാക്കും. അതാക്കുന്നത് നിങ്ങളുടെ ശൈലിയാണ്. ഈ പാലക്കാട്ടേക്ക് കടന്നു വരാം. പാലക്കാട് നിങ്ങൾക്കൊരു സംശയം വേണ്ട, ഇവിടെ കേരളത്തിലുള്ള വികസന മുരടിപ്പ് തന്നെയാണ് അവിടെയും കാണുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലമായി അവിടെ ഒന്നും നടക്കുന്നില്ല, കേരളത്തിൽ എവിടെയും ഒന്നും നടക്കുന്നില്ല, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളല്ലാതെ പിന്നെ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് പറയേണ്ടത്. പിന്നെ നിങ്ങൾ പറയുന്നു മുസ്ലിം ആളുകളെ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ EMS ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങ് ഞാൻ ഇറാഖിലെ പോരാട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ EMSഉം CPM-ഉം കടന്നു വന്നത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളെ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ നേതാക്കന്മാരും പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങൾക്കൊപ്പം വന്നാൽ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു അവർ ജമാഅത്ത് ഇസ്ലാമിയേക്കാൾ വലിയ മോശമാണ്. ജമാഅത്ത് ഇസ്ലാമിനെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് തലയിൽ കെട്ടി നടക്കുകയായിരുന്നില്ലേ നിങ്ങൾ? ജമാഅത്തെ ഇസ്ലാമിയെ ഉള്ള ബാന്ധവം പരസ്യമായ ബാന്ധവമായിരുന്നില്ലേ? ആ ബാന്ധവത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് മുക്കം മുനിസിപ്പാലിറ്റിയിലേക്ക് പോലും ജമാഅത്തെ ഇസ്ലാമിയുമായി ഒത്തുചേർന്നുകൊണ്ട് മത്സരിച്ച് ഭരണം പങ്കിട്ടവരല്ലേ നിങ്ങൾ? ഇപ്പോൾ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കേൾക്കുമ്പോൾ പേടിയാണ്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ ഒറ്റപ്പെടുന്നു. PDPയെ തലയിലേറ്റി കൊണ്ടു നടന്നത് ആരാ? PDPക്ക് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാത്തിരിക്കുകയായിരുന്നില്ലേ? ആ PDP തെറ്റുകാരനാണ് ഞങ്ങളാരല്ലോ പറഞ്ഞത്. ജയരാജൻ്റെ പുസ്തകത്തിൽ പറയുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നു PDPയെ കുറിച്ച് മിണ്ടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും SDPയെ കുറിച്ചാണ്. പ്രിയപ്പെട്ട ആർഷോ, ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ച് അവസാനിക്കാം. ആർഷോ SFIയുടെ നേതാവല്ലേ? SFIയുടെ ഒരു ധീര രക്തസാക്ഷി ഉണ്ടായിരുന്നല്ലോ. ആ രക്തസാക്ഷിയുടെ പേര് അഭിമന്യു എന്നല്ലേ? ആ അഭിമന്യുവിൻ്റെ ഘാതകരെ പിടികൂടാതെ എന്തിനായിരുന്നു ഒളിച്ചുകളി?
അഭിമന്യുവിനെ കൊലയാളികളായ പാർട്ടികളുമായി ചേർന്ന് നിങ്ങൾ പഞ്ചായത്ത് ഭരിച്ചില്ലേ, മുനിസിപ്പാലിറ്റി ഭരിച്ചില്ലേ? നിങ്ങൾക്ക് എന്തായിരുന്നു അന്ന് അവർ അറസ്റ്റ് ചെയ്യാനുള്ള മടി? അവർ ചെയ്യാതിരിക്കാനുള്ള കാരണം ആക്ഷേപങ്ങൾക്ക് ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാനുള്ള സമയം ഞാൻ ആർഷയ്ക്ക് തരാം. അതിനു മുൻപ് ഞാൻ ശ്രീ എസ് ജയശങ്കറിലേക്ക് കൂടി പോകുകയാണ്. ശ്രീ ജയശങ്കർ, നോക്കൂ, പ്രാഥമികമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വരുമ്പോൾ BJP എ ക്ലാസ് മണ്ഡലം എന്ന കണക്കാക്കിയിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ. ഞാൻ ചില കണക്കുകൾ പറഞ്ഞോട്ടെ, മുൻ വർഷങ്ങളിലേതാണ്. നോക്കൂ, 2006 BJP അവിടെ 24.85% വോട്ടാണ് നേടുന്നത്. O രാജഗോപാലായിരുന്നു സ്ഥാനാർത്ഥി. അത് പ്രത്യേകം എടുത്തു പറയുന്നു. 2011 എത്തുമ്പോൾ 19.86 അത് കുറയുന്നുണ്ട്. വീണ്ടും 2016 29.08% അത് കുറയുന്നു. അന്ന് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനായിരുന്നു. CPI മൂന്നാം സ്ഥാനത്താണെങ്കിലും 1% താഴെ മാത്രമാണ് വോട്ട് ഷെയറിൽ വ്യത്യാസമുള്ളത്. പിന്നീട് 2021 എത്തുമ്പോൾ വലിയൊരു വ്യത്യാസം ഉണ്ടാകുന്നു. 35.34% അത് ഉയരുന്നുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി ഈ ശ്രീധരനാണ്. അതായത് ഞാൻ ഈ 2006 മുതൽ 2011 വരെയുള്ള കണക്കുകൾ പറയുമ്പോൾ BJPക്ക് കണ്ണുമടച്ചൊരു എ ക്ലാസ് മണ്ഡലം എന്ന് കണക്ക് കൂട്ടാവുന്നൊരു ചിത്രം അവിടെ ഇല്ല. ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നുണ്ട് സ്ഥാനാർത്ഥിയുടെ നിർണയത്തിനനുസരിച്ച്, സ്ഥാനാർത്ഥിയുടെ ഒരു പോപ്പുലാരിറ്റിക്കൊക്കെ അനുസരിച്ച്. അപ്പോൾ നോക്കൂ, ഈ ശ്രീധരനിൽ നിന്നുമാണ്, ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ വെച്ച് 3000 വോട്ടിന്റെ ഡിഫറൻസ് ഒന്നാം സ്ഥാനവുമായി ബന്ധപ്പെടുത്തിയാണല്ലോ BJP എ ക്ലാസ് മണ്ഡലം എന്ന് കാണുന്നത്. അപ്പോൾ അവിടെ നിന്നും ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ നിലയിൽ പരിഗണിക്കപ്പെട്ട ആരും, ഒരു കേരളത്തിലാകെ ഒരു ഫിഗറുള്ള ആരും അവിടേക്ക് എത്തുന്നില്ല. അപ്പോൾ അത് ഈ മുൻ ചരിത്രം പാലക്കാടിൻ്റെത് ഇങ്ങനെയാണ്. അങ്ങനെ ഒരു ഫിഗർ വന്നാൽ അവിടെ വോട്ട് പെർസെൻറ്റേജ് കൂടുന്നുണ്ട് BJPക്ക്, അങ്ങനെ അല്ലാത്ത സമയത്ത് അത് കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കില്ലേ? അസിത മുമ്പേ പറഞ്ഞു, പാലക്കാട്ട് സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്, അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായിട്ടും അതുതന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ കണക്കുകൾക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീധരൻ സാർ ഇവിടെ മത്സരിച്ച സമയത്ത് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, പ്രധാനമന്ത്രിയുമായും ഒക്കെ വളരെ അടുപ്പമുള്ള ഒരു സ്ഥാനാർത്ഥി, ലോകം ആദരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, എല്ലാ ജനങ്ങൾക്കും പിന്തുണ നൽകാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലുള്ള ഒരു സ്ഥാനാർത്ഥി, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങളിവിടെ മത്സരിപ്പിച്ചു. അന്ന് പാലക്കാട് അദ്ദേഹം ജയിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു നഗരമായി പാലക്കാടിനെ അദ്ദേഹത്തിന് മാറ്റാൻ സാധിക്കുമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റുകൾ പാലക്കാട് വരുമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഹബ്ബായിട്ട് പാലക്കാടിനെ വികസിപ്പിക്കുമായിരുന്നു അദ്ദേഹം. പക്ഷേ എന്താണ് അന്ന് സംഭവിച്ചത്? ഇവിടുത്തെ ജനങ്ങളുടെ പൊതുവികാരത്തിന് വിരുദ്ധമായി വോട്ട് കച്ചവടം നടത്തി അദ്ദേഹത്തെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ ചില വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഇവിടുന്ന് വടകരയ്ക്ക് കൊണ്ടുപോവുകയും ഇവിടുത്തെ MLA രാജിവെക്കുകയും ഉണ്ടായി. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ 2 കഥകളും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ ജനങ്ങൾ ഈ തവണ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അന്ന് പറ്റിയ തെറ്റ്, അന്ന് ശ്രീധരൻ സാറിനെ തോൽപ്പിക്കുന്നതിലൂടെ ഞങ്ങൾ ചെയ്ത തെറ്റ്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഞങ്ങൾക്ക് കിട്ടാവുന്ന മികച്ച ഒരു സ്ഥാനാർത്ഥിയെ, ശ്രീ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടാവുന്ന മികച്ച സ്ഥാനാർത്ഥിയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള സ്ഥാനാർത്ഥിയാണ്. മറ്റ് 2 സ്ഥാനാർത്ഥികളും പുറത്തു നിന്ന് വരുമ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ ജീവിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഇവിടെ വർഷങ്ങളായി കൗൺസിലറായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഞങ്ങൾക്ക് ഈ തവണ അവിടെ മത്സരിപ്പിക്കാൻ സാധിച്ചു. അത് ഒരു വശം. രണ്ടാമത്തെ വശം ഇവിടെ നടന്നിട്ടുള്ള വർഗീയ ധ്രുവീകരണം. ഈ ധ്രുവീകരണത്തിന് വേണ്ടി ഈ 2 മുന്നണികളും മത്സരിക്കുകയാണ്. 2 മുന്നണികളും മാറി മാറി മത്സരിക്കുന്നു. ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് സരിൻ കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിലാണ് CAA പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും അവർക്ക് ചികിത്സ കൊടുക്കില്ല എന്ന് ബോർഡ് വെച്ചത്. അത്രയും വലിയൊരു വർഗീയവാദിയാണ് CPM സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. മറുവശത്ത് SDPIയുടെ വോട്ട് വേണമോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം പറയാൻ സാധിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു സ്ഥലത്ത്. അങ്ങനെ ഈ 2 മുന്നണികളും വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ വികസനത്തിൻ്റെ മോഡലുമായിട്ടാണ് BJP ഇവിടെ മത്സരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, BJP വിജയിച്ചാൽ, BJPക്ക് ഒരു MLA കിട്ടിയാൽ 1.5 വർഷം കഴിഞ്ഞ് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൃത്യമായി കേരളത്തിൽ ഒരു
വിജയം നേടാൻ സാധിക്കും, പല സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് BJP അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാടിന് വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ നോക്കൂ, പാലക്കാട് നഗരസഭ എത്ര കാലമായി BJP ഭരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വികസന പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിറവേറുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഫോക്കസ് പാലക്കാടായിരുന്നത് കൊണ്ട് അവിടുത്തെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ കേരളത്തിന് അറിയാമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ വർഗീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യം. പക്ഷേ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്ന സന്ദീപ് വാര്യർ തന്നെയാണ് വർഗീയ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലത്തിൽ നിന്നും ഞാനിതാ സ്നേഹത്തിന്റെ ചായക്കടയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്. അപ്പോൾ BJPക്കുള്ളിൽ നിന്നവർ തന്നെ BJPയുടെ വർഗീയ നിലപാടുകളെ തള്ളിപ്പറയുന്നത് കൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുകയാണ്. അപ്പോൾ സന്ദീപ് വാര്യരെ പോലെ ഒരാൾ അങ്ങനെ പറയുമ്പോൾ ജനങ്ങൾ അതും വിലയിരുത്തില്ലേ? പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര അമൃത് പദ്ധതിയിലൊക്കെ പെടുത്തി ഒരുപാട് വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ നടക്കാത്ത വികസനം മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയ എല്ലാ പ്രശ്നങ്ങളും കാരണം ഇവിടുത്തെ MLA ആണ്. ഇവിടുത്തെ MLA ഫണ്ടുകൾ അനുവദിക്കാതെയും കൃത്യസമയത്ത് ഇടപെടാതെയും പാലക്കാട് നഗരസഭയെ കൃത്യമായി ഉപദ്രവിക്കുകയായിരുന്നു. അത് കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ടൗൺ ഹാളിൻ്റെയൊക്കെ കാര്യം എല്ലാവരും കണ്ടതാണ്. ആ സാഹചര്യത്തിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടുത്തെ കൗൺസിലർമാരെ എല്ലാവർക്കും ഇന്ന് കഴിഞ്ഞ 4 ദിവസമായി കൗൺസിലർമാരെ പറ്റിയായിരുന്നല്ലോ ഇവിടെ ചർച്ച. കൗൺസിലർമാരെ കൂടി കൊണ്ടുപോകും എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിലേക്ക് പോയ ആളുകൾക്ക് ഇപ്പോൾ കൃത്യമായി ബോധ്യമായി കാണിട്ടുണ്ടല്ലോ BJPയിലെ കൗൺസിലർമാർ എത്ര നല്ല രീതിയിൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. എല്ലാവരും ഒന്നിച്ചാണ് ഇന്ന് ഞങ്ങളോടൊപ്പം സ്ഥാനാർത്ഥിയോടൊപ്പം നഗരസഭയിൽ ഒത്തുകൂടിയതും എല്ലാവർക്കും വേണ്ടി മാധ്യമങ്ങൾക്ക് കാണാൻ തക്കവണ്ണം ആ ചിത്രങ്ങൾ എല്ലാവരെയും കാണിക്കേണ്ട ഒരു സ്ഥിതി മാധ്യമങ്ങൾക്കുണ്ടായി. കാരണം BJPയെ സംബന്ധിച്ച് ഈ BJPയുടെ ആദർശം ഉൾക്കൊള്ളുന്ന ഒരാളും BJP വിട്ടു പോവുകയില്ല. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിലെ മുസ്ലിങ്ങളെ ടയർ കൂട്ടിയിട്ട് കത്തിച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ആളാണ് സന്ദീപ് വാര്യർ. ഞങ്ങൾക്ക് പോലും അത്ഭുതം, എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് പല സമയത്തും പാർട്ടിയുടെ വേദികളിൽ ഉള്ളിൽ പോലും ഇത്രയും വർഗീയതയുള്ള ഒരു വ്യക്തിയായിരുന്നു സന്ദീപ് വാര്യർ. അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ ആരെയും കിട്ടിയില്ലല്ലോ. ഇത്രയും വർഗീയതയുള്ള ഒരു വ്യക്തിയാണ് അവർക്ക് കിട്ടിയത്. ഒരിക്കലും അതൊക്കെ സന്ദീപിന്റെ വ്യക്തി BJPയുടെ ഒരു നേതാവും സന്ദീപ് വാര്യർ അല്ലാതെ അന്ന് എല്ലാ ഇതുകൊണ്ടാണ് BJPയിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. അത് ഇതുകൊണ്ടൊക്കെയാണ് നടപടി നേരിട്ടത്. തീർച്ചയായിട്ടും ഇതുകൊണ്ടാണ് നടപടി. ഇതുകൊണ്ട് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ. പല കാര്യങ്ങളുണ്ട്. ഇതും ഒരു കാരണമാണ് അതിൽ. കാരണം ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ നിരന്തരമായി ഫേസ്ബുക്കിലും മറ്റു ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന സമയത്ത് എല്ലാവരും എതിർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയെ BJPയെ നാണിപ്പിക്കുന്നതല്ല. BJPയിൽ ഒരാൾ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. BJPയിൽ ഒരാൾ പോലും അങ്ങനത്തെ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി ഇന്ന് എടുത്തുകൊണ്ട് പോയി അത് കോൺഗ്രസിലേക്ക് പോവുകയും അവിടുന്ന് പാണക്കാട് പോയി വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. കോൺഗ്രസിലെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും എന്തുമാത്രം വിഷമമുണ്ട്. അന്ന് BJP നിലപാടെങ്കിൽ പരസ്യമായി അത് സന്ദീപ് വാര്യർ എന്ന വ്യക്തിയുടേതല്ലോ, BJPയുടെ നാവായല്ലേ നമ്മൾ കേൾക്കുന്നത്. ഒരു ഘട്ടത്തിലും BJP അതിനെ തള്ളി പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഈ ഘട്ടത്തിലല്ലാതെ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. BJP തള്ളി പറഞ്ഞിട്ടുണ്ട്. BJPയുടെ ഒരു നേതാവും അതിന് പിന്തുണ കൊടുത്തിട്ടില്ല. BJPയിൽ ഒരു നേതാവ് പോലും അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ വലിയ മതനിരപേക്ഷ നിലപാടായി അദ്ദേഹത്തിനെ ഇപ്പോൾ കൊണ്ടുപോയി പാണക്കാടൊക്കെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെപ്പോലെയുള്ളവർ അത്ഭുതപ്പെടുകയാണ്. എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? കോൺഗ്രസിൽ ഉള്ള മുസ്ലിങ്ങൾക്ക് ഇതെങ്ങനെ സഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും. ശരി, ഞാൻ മടങ്ങി വരാം. ആർഷോ, നോക്കൂ, ഇവിടെ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് സന്ദീപ് വാര്യരുമായിട്ടുള്ള വിഷയം വരുന്നത്. അതിനു മുൻപ് ഈ ഇരട്ട വോട്ടടക്കം ഒരുപാട് വിഷയങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതിന് മുൻപ് ആദ്യഘട്ടത്തിൽ PM നിയാസ് അക്കമിട്ട് ചില കാര്യങ്ങൾ ആർഷയോട് ചോദിക്കുന്നുണ്ട്. അതിലിപ്പോൾ SDPI ജമാഅത്തെ ഇസ്ലാമി വോട്ടിന്റെ കാര്യം പറയുമ്പോൾ പലയിടത്തും CPM അവരുമായി കൈകോർത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിയാസ് പറയുന്നത്. അപ്പോൾ അന്ന് അവിടെ കൈകോർത്തവർക്ക് ഇപ്പോൾ എങ്ങനെയാണ് അതിനെ തള്ളി പറയാൻ കഴിയുന്നത്? ആർഷോ, അല്ല, അതിനകത്ത് നിയാസ് ഉൾപ്പെടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കകത്തും മറുപടി കൃത്യമായി പറഞ്ഞു തന്നെ പോകും. അതിനു മുൻപ് BJPയെ സംബന്ധിച്ച് BJP തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ല എന്നുള്ളതാണ് പാലക്കാട്ടെ ഗ്രൗണ്ട് റിയാലിറ്റി.
പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ എവിടെയും BJP ഇല്ല. അതിൻ്റെ കാരണം ഇപ്പൊ തന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞ 2021 ജയിച്ചിരുന്നെങ്കിൽ വികസനത്തിന്റെ മല മറിക്കുമായിരുന്നു, ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ വികസനത്തിന്റെ മല മറിക്കും എന്നുള്ള വലിയ എന്താ പറയുക വാഗ്ദാനങ്ങൾ BJPയുടെ പ്രതിനിധി വെക്കുമ്പോൾ പാലക്കാട് ജനതയെ സംബന്ധിച്ച് അവർക്ക് അനുഭവമുണ്ട്. 8 കൊല്ലക്കാലം ഒരു നഗരസഭയുടെ ഭരണം BJPയെ ഈ നാട്ടിലെ പാലക്കാട് നഗരത്തിലെ ജനങ്ങളെ ഏൽപ്പിച്ചു. 8 വർഷത്തിനിടയിൽ ഇവിടെ നടത്തിയ വികസന പ്രവർത്തനം എന്ത് എന്ന ചോദ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ഈ ഘട്ടത്തിൽ ഇന്നിപ്പോൾ പരസ്യപ്രചരണമൊക്കെ അവസാനിക്കുന്ന ഈ മണിക്കൂറുകളിലെ ഈ ചർച്ചയിൽ ഉൾപ്പെടെ BJP പ്രതിനിധികൾക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് വസ്തുത. എടുത്തെടുത്ത് എണ്ണി പറയാൻ വേണ്ടി കഴിയുമല്ലോ. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള റോഡുകൾ, ടൗൺ ഹാള്, ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങി സർവത്ര വികസന മുരടിപ്പിന്റെ ജനവിരുദ്ധതയുടെ പല പ്രദേശങ്ങളിലൂടെ മൂക്കുപൊത്തിയല്ലാതെ നടക്കാൻ വേണ്ടി കഴിയില്ല എന്ന സ്ഥിതിയാണ് നഗരസഭയ്ക്ക് കീഴിലുള്ളത്. വേസ്റ്റ് കൂട്ടിയിടുന്ന കേന്ദ്രങ്ങളാക്കിയിട്ട് പ്രധാനപ്പെട്ട പല ഇടങ്ങളെയും ഈ നഗരസഭയ്ക്ക് കീഴിൽ മാറ്റി എന്നുള്ളതാണ് വസ്തുത. ഈ നിലയിൽ വികസന മുരടിപ്പിന്റെ കേന്ദ്രമായിട്ട് ഒരു നഗരസഭയെ BJP എങ്ങനെ മാറ്റി എന്നുള്ളതിന്റെ അനുഭവം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നഗരസഭ മര്യാദയ്ക്ക് നോക്കാൻ കഴിയാത്ത ആളുകൾ, അവരെ കൊണ്ട് ഒരു നിയോജക മണ്ഡലം നോക്കാൻ കഴിയില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിന് നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് BJPയെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് പൂർണ്ണമായും പാലക്കാട്ടെ ജനത മാറ്റി നിർത്തിയിട്ടുള്ളത്. അത് കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ K മുരളീധരൻ വന്നു, രമേശ് ചെന്നിത്തല വന്നു, ഇവരൊക്കെ പറഞ്ഞല്ലോ ഇടതുപക്ഷവും UDFും തമ്മിലാണ് മത്സരം. അതല്ലാതെ BJP എങ്ങനെയെങ്കിലും BJPയെ എന്താ പറയുക തെരഞ്ഞെടുപ്പ് രംഗത്ത് പുറത്തേക്ക് പോയി BJP കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി കേരളത്തിൽ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും VD സതീശൻ ആൻഡ് കമ്പനി അല്ലാതെ മറ്റാരും അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നേരത്തെ UDFിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചു ഈ പറഞ്ഞ പോലെ PP ദിവ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സംബന്ധിച്ച് ആ സഖാവിൻ്റെ ഭാഗത്തുനിന്നൊരു പോരായ്മ ഉണ്ടായി എന്ന് കണ്ട ഘട്ടത്തിൽ തന്നെ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ആ സഖാവ് കൃത്യമായിട്ട് അതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ചെയ്യാൻ വേണ്ടി കഴിയുന്ന 2 കാര്യങ്ങൾ അവർ വഹിച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് ചുമതലയിൽ നിന്ന് രാജിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു. അവർ രാജിവെച്ച് മാറി നിന്നു. സംഘടനാപരമായി അവർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. മാതൃകാപരമായിട്ടുള്ള സംഘടനാപരമായ നടപടി എടുത്തു. സ്വാഭാവികമായിട്ടും മറ്റു കാര്യങ്ങൾ കോടതിയിൽ ഉൾപ്പെടെ തെളിഞ്ഞു വരേണ്ടുന്നതാണ്. ഞങ്ങൾ മാറ്റി നിർത്തി. ഇനി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ചയായി പ്രധാനപ്പെട്ട ഒരുപാട് പേരുകൾ ഒരുപാട് എന്താ പറയുക ഇടതുപക്ഷം വല്ലാതെ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചില പേരുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങ് ഓർമ്മിപ്പിക്കാം. പാലക്കാടിന്റെ തൊട്ടപ്പുറത്തെ ജില്ലയാണ് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിലെ ലാൽജി കൊള്ളന്നൂർ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ആരാ കൊലപ്പെടുത്തിയത്? നിങ്ങൾ തന്നെ, കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. മധു ഇച്ചരത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ആരാ കൊലപ്പെടുത്തിയത്? കോൺഗ്രസ്സുകാർ തന്നെയാ. ഹനീഫ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ആരാ കൊലപ്പെടുത്തിയത്? കോൺഗ്രസ്സുകാർ തന്നെയാ. ഇപ്പൊ മട്ടന്നൂർ കോളേജിൽ, അങ്ങ് കോഴിക്കോടുള്ളതെന്ന് പറഞ്ഞു, തൊട്ടപ്പുറത്ത് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ കോളേജിൽ KSUവിന്റെ പാനലിൽ മാഗസിൻ എഡിറ്ററായി വിജയിച്ച KSU നേതാവായിരുന്നു പുതിയ വീട്ടിൽ ബഷീറിനെ കൊലപ്പെടുത്തി. ക്യാമ്പസിനകത്തിട്ട് ആരാ കൊലപ്പെടുത്തിയത്? ഇതേ KSUക്കാർ തന്നെ. എന്തിനാ കൊലപ്പെടുത്തിയത്? മാഗസിൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് KSUക്കാരെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി അനുവദിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ കൊന്നു കളഞ്ഞപ്പോൾ ഈ ചരിത്രമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കി. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ ഏതെങ്കിലും സഖാക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടായാൽ നടപടി എടുക്കുന്നതിന് വേണ്ടി കൃത്യമായി നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾ തയ്യാറാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് ചർച്ചയായ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഈ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകങ്ങളിലൊന്നായിരുന്നില്ലേ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകം. അങ്ങ് കോഴിക്കോടാണെങ്കിൽ തൊട്ടപ്പുറത്ത് കണ്ണൂർ ജില്ലയിലെ രാജേന്ദ്രേട്ടൻ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. കോൺഗ്രസ്സുകാരനായിരുന്നു രാജേന്ദ്രേട്ടന്റെ മകൻ ധീരജിനെ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് ക്യാമ്പസിൽ കടന്നു കയറി കത്തിക്ക് ഹൃദയത്തിനകത്തേക്ക് കുത്തിയിറക്കി കൊലപ്പെടുത്തിയ കേസിലെ ആ പ്രതികളെ നിങ്ങൾ എന്ത് ചെയ്ത് നടപടിയെടുത്തോ? മാറ്റി നിർത്തിയോ? ഇല്ലല്ലോ. എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞ അന്ന് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ആളെ പിടിച്ച് സംസ്ഥാന ഭാരവാഹിയാക്കി. ആ ആളുകൾ ഈ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിൽ നിന്നേ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് കേന്ദ്രീകരിച്ച് ഇതേ കൊലയാളികൾ, നിങ്ങൾ കൊലയാളികളായിരുന്നപ്പോൾ മണ്ഡല ഭാരവാഹികളാണെങ്കിൽ പിന്നീട് സംസ്ഥാന ഭാരവാഹികളേക്ക് ഉയർത്തിയ കൊലപാതകികൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിലുണ്ടായിരുന്നു. ഈ നാട് ചർച്ച ചെയ്യുന്നുണ്ട്, പാലക്കാട്ടെ ജനത ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ നിങ്ങൾ വല്ലാതെ സമാധാനത്തിന്റെ വെള്ളരിപ്രാക്കളാണെന്ന് പറഞ്ഞു പോകാൻ വേണ്ടി തയ്യാറാവണ്ട. ഇനി നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചല്ലോ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിന് മുൻപ്
KPCCയുടെ പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ കോഴിക്കോടെത്തി ബാങ്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതല്ലേ? എന്തായിരുന്നു വീഡിയോ ദൃശ്യങ്ങൾ? കോൺഗ്രസ് എങ്ങാനും പരാജയപ്പെട്ടാൽ ഇവിടെ ഒരാളെയും ജീവിക്കാൻ അനുവദിക്കില്ല. ആരാ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തി ചേവായൂർ ബാങ്കിൽ? കോൺഗ്രസ്സുകാരായ ആളുകൾ തന്നെയല്ലേ കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചത്? എന്തായിരുന്നു KPCC പ്രസിഡന്റ് പറഞ്ഞ്? ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, കൈവെട്ടും കാലുവെട്ടും തലയിറക്കും. ഇതായിരുന്നില്ലേ കേരളത്തിലെ KPCC പ്രസിഡന്റ്? വലതുപക്ഷ മാധ്യമങ്ങൾ നിങ്ങളെ വല്ലാതെ തഴുകി തലോടി പോകുന്നത് കൊണ്ട് കേരളത്തിനകത്ത് അത് വലിയൊരു ചർച്ചയാക്കുന്നതിന് വേണ്ടി വലതുപക്ഷ മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറായില്ല. ആ ഒരു കാരുണ്യത്തിൽ ഊരിപ്പോയ ആളുകളല്ലേ നിങ്ങൾ എന്നിട്ട് ബാങ്ക് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോൾ ഇപ്പൊ എന്തോ CPM എന്തോ ചെയ്തു എന്ന നിലക്കാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പൊ ഈ നിലയിൽ കൊലവിളി പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഈ നാടിനകത്ത് ആളെക്കൊള്ളുന്ന ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിന് നന്നായിട്ട് അറിയാം. ഇനി നേരത്തെ നിങ്ങൾ സംഘപരിവാരം വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളം പറഞ്ഞല്ലോ അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട്. അഭിമന്യു എന്റെ സഹപ്രവർത്തകനായിരുന്നു. അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളും വളരെ കൃത്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ. ആ കേസിനകത്ത് വിചാരണ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേസിൽ പ്രതിയെ പിടിച്ചിട്ടില്ല എന്ന് RSSകാർ വാട്സപ്പ് ഫോർവേഡ് ഉണ്ടാക്കി വെക്കുമ്പോൾ ആ കേശവമാമൻ വാട്സപ്പ് ഗ്രൂപ്പിനകത്തുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കകത്തുള്ള മെസ്സേജുകൾ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുൻപിൽ വന്നു നിന്ന് പൊതുവായിട്ടുള്ള ചർച്ചയ്ക്കകത്ത് വന്നു നിന്ന് വിളിച്ചു പറയാൻ വേണ്ടി തയ്യാറാകുക നിങ്ങൾ. ഇനി അതേ അഭിമന്യു വധം ഈ നാട്ടിനകത്ത് മനസാക്ഷിയുള്ള മനുഷ്യരാകെ വേദനിച്ച സംഭവമല്ലേ അഭിമന്യുവിന്റെ കൊലപാതകം? അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ SDPI പോപ്പുലർ ഫ്രണ്ടിനെ തോളത്ത് കൈയിട്ട് സ്വീകരിക്കുക നിങ്ങൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അല്ലെ? SDPIക്കാരെ പോപ്പുലർ ഫ്രണ്ടിനെ അഭിമന്യു വധത്തിൽ മനസാക്ഷിയുള്ള മനുഷ്യരാകെ കരഞ്ഞില്ലേ കേരളത്തിൽ? ആ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ പോപ്പുലർ ഫ്രണ്ടിനോട് ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുക നിങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് എന്ത് രാഷ്ട്രീയ ഈ കേരള സമൂഹത്തിന് മുൻപിൽ ഈ കാലയളവിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധാരണയില്ലേ? ധാരണയില്ലാത്ത ആളുകളാണോ കോൺഗ്രസ്? ഈ നാടിനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള ആളുകളല്ലേ പോപ്പുലർ ഫ്രണ്ടുകാർ? അഭിമന്യു ഉൾപ്പെടെ എത്രയോ മനുഷ്യരെ എന്ത് പോട്ടെ ഈ തൃശ്ശൂർ ജില്ലക്കകത്ത് തൊട്ടപ്പുറത്തെ തൃശ്ശൂർ ജില്ലക്കകത്ത് നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകനെ കൊലപ്പെടുത്തിയ ആളുകളല്ലേ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ? തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി ആ പോപ്പുലർ ഫ്രണ്ടിന്റെ തോളിൽ നിങ്ങൾ കൈയിടുക. ആ നിങ്ങളുടെ മരണപ്പെട്ടുപോയ സഹപ്രവർത്തകന്റെ കുടുംബത്തിന്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? ആ ആർജവമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങള് ഏതെങ്കിലും കേരളത്തിൽ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയാം, ഒരൊറ്റ പഞ്ചായത്തിൽ ത്രിതല പഞ്ചായത്ത് ഉൾപ്പെടെ ഒരിടത്തും SDPIയുടെ എന്നല്ല RSSന്റെ എന്നല്ല ഒരു വർഗീയ കക്ഷിയുടെ പിന്തുണയോടുകൂടിയും മുന്നോട്ട് പോകണ്ട എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം. ഞങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുൻപിൽ വന്നു പറയുന്നുണ്ടല്ലോ, RSS ഉൾപ്പെടെ SDPI ഉൾപ്പെടെ ഒരു മതവർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഈ നാടിനകത്ത് സമാധാനവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുടെ വോട്ട് മതി ഞങ്ങൾക്ക്. ആ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ 1000 തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാൻ ഒരുക്കാണ് ഞങ്ങൾ എന്ന ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ സ്ഥാനാർത്ഥിയോട് ഇതേ ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. മറുപടി പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ആർജവും പാലക്കാട്ടെ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നില്ല. ഇനി ഇത് മാത്രല്ല, പാലക്കാട് ജില്ലയിൽ നല്ല കോൺഗ്രസ്സുകാരുണ്ട്. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളുണ്ട്. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. മതനിരപേക്ഷവാദികളായ നല്ല കോൺഗ്രസ്സുകാരുണ്ട്. RSSന്റെ പാളയത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയുള്ള VD സതീശൻ ആൻഡ് കമ്പനിയുടെ ഈ തെറ്റായ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അവതാരക പറഞ്ഞല്ലോ, 1 ഡസൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ CPMലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് പാളയം വിട്ടുന്ന്. അങ്ങനെ വിടാത്ത എത്രയോ 100 കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകർ പാലക്കാട് നിയോജക മണ്ഡലത്തിലുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടർ P സരിൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ മണ്ഡലത്തിൽ മതനിരപേക്ഷത വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 100 കണക്കിന് 1000 കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ മണ്ഡലത്തിനുണ്ട്. അവരുൾപ്പെടെ ഡോക്ടർ P സരിന് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ സംഘപരിവാർ കോൺഗ്രസിനകത്ത് സംഘപരിവാറിന്റെ ഒരു ഫോക്കസ് ഉണ്ടല്ലോ, ആ ഫോക്കസ് ഗ്രൂപ്പിന്റെ പരാജയം. താങ്കൾ പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണ്, ആർക്കും പോകാം വരാം എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഈ പോയവരൊക്കെയും പറയുന്നത് ഒരേ കാര്യമാണല്ലോ PM നിയാസ. ആ വിഷയത്തെ ഈ ആളുകളുടെ പോക്കിന് പിന്നാലെ പോലും അഡ്രസ്സ് ചെയ്യാൻ കോൺഗ്രസിനാകുന്നില്ല എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം നിങ്ങൾ സന്ദീപ് വാര്യരുടെ വരവിനെ മറ്റതിനെയൊക്കെ മറക്കാൻ, പോകുന്നവരൊക്കെ പ്രാണികളും പക്കികളും, സന്ദീപ് വാര്യർ എന്തോ വലിയ തിമിംഗലം, ആ നിലയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധി പോലും പറയുകയാണ്, അവരിൽ പലരെ പോലും അന്ന് വ്യക്തിപരമായി അവർക്ക് പോലും ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ
പൊതുമാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിൽ, ചാനലുകളിലൊക്കെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും നടത്തിയ ആളാണ് സന്ദീപ് വാര്യർ. പാണക്കാട് തങ്ങളുടെ കൈ പിടിച്ചതുകൊണ്ട് മാത്രം ഈ നാട്ടിലെ ജനങ്ങൾ അതൊക്കെ മറക്കുമോ? അസിത, അങ്ങ് പറഞ്ഞത് നന്നായി. ഈ സന്ദീപ് വാര്യർ ഇങ്ങനെ വലിയ വർഗീയവാദിയാണ് എന്നൊക്കെ അങ്ങയുടെ നാവിലൂടെ ഇന്ന് പറഞ്ഞു. അങ്ങനെ താങ്കൾക്കും ഞങ്ങളുടെ പാർട്ടി, താങ്കളുടെ ചാനലിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും ബോധ്യമുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ് സന്ദീപ് വാര്യർ. അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നാൽ ഞങ്ങൾ കയ്യും കെട്ടി സ്വീകരിക്കും എന്ന് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ ഒരു കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ ആയിട്ടുള്ള ബാലൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിനെ ബാലനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ. അതെ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. മനസ്സിലാക്കുന്നത് പ്രകാരം എല്ലാ മുതിർന്ന CPM നേതാക്കളും ഒരു വരി കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്തിരുന്നു. എന്താണ്? വർഗീയതയെ പരസ്യമായി തള്ളി പറഞ്ഞാൽ CPM-ലേക്ക് വരാമെന്നുള്ളതാണ്. സന്ദീപ് വാര്യർ വർഗീയതയെ പരസ്യമായി തള്ളി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് CPM-ലേക്ക് വരാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, വർഗീയതയെ പിടിക്കുന്ന കോൺഗ്രസിൽ അതിൽ പണ്ട് ഇസ്ലാം മതത്തിലേക്ക് പോയപ്പോൾ ഞാൻ എന്റെ കൃഷ്ണനെയും കൊണ്ടുപോകുന്നത് പോലെ ഗോൾവാൾക്കറേയും കൊണ്ട് സന്ദീപ് വാര്യർ ഇതാ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു എന്ന ഒരു സുഹൃത്ത് ഒരിടത്ത് കമന്റ് ചെയ്തത് കണ്ടു. ഞാനത് കോട്ട് ചെയ്യുകയാണ്. എത്ര കൃത്യമായ പ്രസ്താവന, നിരീക്ഷണമാണെന്ന് നോക്കൂ. അതുപോലെയല്ലേ സന്ദീപ് വാര്യർ വന്നത്? ദയവായി അസിത, ഞാൻ സംസാരിക്കുമ്പോൾ ഇടവേള കയറരുത്. ആർഷോ ഇവിടെ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ഇടയിൽ കയറാത്ത അങ്ങ് ഇനിയും എന്നോട് ചോദ്യം ചോദിക്കണമെങ്കിൽ എൻ്റെ മറുപടി കഴിഞ്ഞതിന് ശേഷമാവാം. അതാണ് ഒരു പൊളിറ്റിക്കൽ. കൈരളി വളരെ മാന്യത ഇതുവരെ പുലർത്തിയിട്ടുണ്ട്, അങ്ങും അത് മാന്യത പുലർത്തുമെന്ന് ഞാൻ കരുതുകയാണ്. ഞാനൊരു കാര്യം അങ്ങയോട് പറയട്ടെ. ഇതിലെന്താണ് ഇപ്പോൾ താങ്കളുടെ കണ്ണിന് മഞ്ഞപ്പിത്തം വന്ന ആളുകൾ കാണും പോലെ കാണുകയാണ്. ചെവികൾക്കും കുഴപ്പമുണ്ട്. അവർ വളരെ ക്ലിയറായി പറഞ്ഞല്ലോ, ഇന്നലെ വരെ BJP-യുടെ ആശയങ്ങൾ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ മതേതര നിലപാടിലേക്ക് വരികയാണ്. BJP-യുടെ വർഗീയ വിഷം കലർത്തുന്ന വിദ്വേഷ ലോകത്തിൽ നിന്നും ഞാൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് തിരിച്ചു വരികയാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? നിങ്ങളുടെ ഇത് തന്നെയല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത്? അങ്ങനെ വർഗീയത ഒഴിവാക്കി വന്നാൽ ഞങ്ങൾ എടുക്കാം എന്ന് നിങ്ങളുടെ രാജേഷ് മന്ത്രി പറഞ്ഞില്ലേ, പാർട്ടി സെക്രട്ടറി പറഞ്ഞില്ലേ? അപ്പോൾ നിങ്ങളെ പാർട്ടിയിലേക്ക് വന്നാൽ ഇതെല്ലാം മാന്യത. ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആ എല്ലാ അഴുക്കുകളും പോയപ്പോ അത് വലിയ ആളുകൾ അല്ലേ, പാർട്ടിയിൽ വലിയ വലിയ കോൺഗ്രസിന്റെ ഈ ഷോൾ അണിഞ്ഞ ഇവിടെ ഇരിക്കാനുള്ള ഒരേ ഒരു കാരണം കെ സുരേന്ദ്രനാണ് എന്നുള്ളതല്ലേ പറഞ്ഞത്? അതിനപ്പുറം ആ ഘട്ടത്തിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പിന്നീടാണല്ലോ ഈ വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്നത്. അപ്പോൾ ഒരുപക്ഷെ സന്ദീപ് വാര്യർ അത് പറയാൻ നിർബന്ധിതനാകേണ്ടി വന്നതാണ്. പക്ഷെ നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, ബാക്കിയൊക്കെയും വിട്ടുകളയാം. അദ്ദേഹം ഒരുപക്ഷെ BJP-യിൽ നിന്നപ്പോൾ പറഞ്ഞതാകാമെന്ന് പറയാം. ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട എന്താണ് സന്ദീപ് വാര്യരുടെ നിലപാട് എന്നുള്ളത് ഒരിക്കലെങ്കിലും ചോദിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? ആ വിഷയമല്ലേ പൊതുസമൂഹത്തിന് അറിയേണ്ടത്? ശരിയല്ലാത്ത ഏർപ്പാടാണ്. താങ്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ 100 ചോദ്യങ്ങൾ ചോദിച്ചു, എന്നോട് മറുപടി പറയാൻ നോക്കുമ്പോൾ താങ്കൾ പറയാതെ വെറുതെയാണ് എന്ന് വിചാരിച്ച് എന്തും ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഒരു മാന്യത പുലർത്തണം. താങ്കളുടെ മറ്റാ രണ്ടുപേരോട് കാണിക്കാത്ത രീതിയിൽ എന്നോട് ഇടപെടുന്നത് ശരിയല്ല. ദയവായി അങ്ങ് ഇടപെടാതിരിക്കണം. ഞാൻ ചോദിക്കാനുള്ള കാര്യം അവരോട് ചോദിച്ചിട്ടുണ്ട്. ശ്രീ താങ്കൾ പറയുന്ന കാര്യത്തിൽ അത് ചോദിച്ചു പോകണ്ടേ? ഇതൊരു സെമിനാറല്ലല്ലോ, സംവാദമല്ലേ? BJP അല്ലല്ലോ, CJP ആണല്ലോ. ഒറ്റ മുന്നണിയല്ലേ ഉള്ളൂ, ഞങ്ങൾ ഒറ്റ മുന്നണിയല്ലേ ഉള്ളൂ. CJP ആണല്ലോ ഇപ്പൊ. ഇങ്ങനെ അസ്വസ്ഥനാകാതെ കാര്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്? ശ്രീ PM നിയാസ്, താങ്കൾ പറഞ്ഞു സന്ദീപ് വാര്യർ എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞാണ് വന്നതെന്ന്. ഞാൻ പറഞ്ഞു ആ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിലേക്ക് വരാൻ കാരണം കെ സുരേന്ദ്രനാണ് എന്ന് മാത്രമേ സന്ദീപ് വാര്യർ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി അതിനപ്പുറം ഗാന്ധിവധമാണ് സന്ദീപ് വാര്യർക്കെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ആ വിഷയത്തിൽ എന്തെങ്കിലും നിലപാട് പറയാൻ സന്ദീപ് വാര്യർ തയ്യാറായിട്ടുണ്ട് ഇതുവരെ? അപ്പോൾ അത്തരം കാര്യങ്ങൾ പൊതുസമൂഹമായി സമ്മതിക്കണ്ടേ? ഒരു കാര്യം അങ്ങനെ മറുപടി പറഞ്ഞോ, അങ്ങനെ മറുപടി പറഞ്ഞോ, അല്ല അങ്ങനെ മറുപടി പറഞ്ഞോ, ആവശ്യം പറഞ്ഞോ, ഇത് ശരിയല്ല. കഴിയാറ് ഇങ്ങനെ പുലമ്പുന്ന സ്വഭാവം അത് കൈരളിയിൽ ഇല്ലാത്തതാണ്. അങ്ങ് വനിതയായതുകൊണ്ട് എനിക്ക് പരിമിതിയുണ്ട് എന്ന് വെച്ച് അത് ഞങ്ങൾ മുതലെടുക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തകയും അങ്ങ് ചെയ്യുന്നത് പോലെ
അങ്ങ് ചെയ്യുന്നവരെ തരംതാണ മാധ്യമ പ്രവർത്തനം ഇതുവരെ വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം ശ്രീ പി എം നിയാസ്. അതൊക്കെ കോൺഗ്രസിന്റെ ഏതെങ്കിലുമൊക്കെ സംഘടനാ രീതിയുടെ വാക്കുകളായിരിക്കും. വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം. ഞാനൊരു അതിഥിയായി താങ്കളെ വിളിക്കുന്നു. എല്ലാ തരത്തിലുള്ള ബഹുമാനവും മാന്യതയും ഞാൻ അങ്ങേക്ക് തരുന്നുണ്ട്. പിന്നെ അദ്ദേഹം താങ്കൾ പറഞ്ഞ കാര്യത്തിൽ വിയോജിപ്പുള്ളപ്പോൾ അത് ചോദ്യമായി ചോദിക്കും. അതിലിപ്പോൾ അസ്വസ്ഥത താങ്കളുടെ എന്തിനാണ്? അല്ല, താങ്കൾക്കാണ് അസ്വസ്ഥത. താങ്കൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. താങ്കൾക്ക് അസ്വസ്ഥതയാണ്, താങ്കളുടെ അസഹിഷ്ണുതയാണ്, CPM-ന്റെയും CJP-യുടെയും മുഖമുദ്രയാണ്. ഞങ്ങൾ മറുപടി പറയുമ്പോഴേക്കും തോക്കിലേക്ക് വെടിവെക്കുന്നത്. ഒരു കാര്യം പറയാം. എന്നോട് ചോദ്യം ചോദിച്ചാൽ ആ മറുപടി പറയാനുള്ള സാമാന്യ മര്യാദ താങ്കളൊന്ന് പഠിക്കണം. എന്നിട്ട് വേണം ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് വരുന്ന സമയത്തുള്ള കാര്യം താങ്കൾ പറഞ്ഞു സന്ദീപ് വാര്യർ എല്ലാത്തിനെയും തള്ളി പറഞ്ഞിട്ടാണ് വന്നത്. ആ ചോദ്യത്തിന് ഉത്തരമായല്ലോ അല്ലേ? അപ്പോഴല്ലേ ഞാൻ ചോദിച്ചത് ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രനാണ് കോൺഗ്രസിലേക്ക് വരാൻ കാരണമെന്ന് മാത്രമല്ലേ അദ്ദേഹം പറഞ്ഞിരുന്നു? മാന്യത പാലിക്കണം. ദയവായി മാന്യത പാലിക്കണം. ഇനിയെങ്കിലും താങ്കളൊന്നും മിണ്ടാതിരുന്നാൽ എനിക്ക് മറുപടി പറയാൻ കഴിയും. അതല്ല താങ്കൾക്ക് എന്നെ സംസാരിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അസിത, ഞാൻ നിങ്ങളോട് രാവിലെ എണീറ്റെന്ന് താങ്കളോട് എന്നെ ഒന്ന് വിളിച്ച് ചർച്ചയ്ക്ക് വിളിച്ച് വന്നതല്ലോ. എന്റെ പാർട്ടിയെ വിളിച്ച് പാർട്ടി ദയവായി മാന്യത കൈവിട്ട് അതുകൊണ്ടാണല്ലോ ശ്രീനിവാസ് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ അത് പറയൂ. താങ്കളെ മറുപടി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വെറുതെ തർക്കിച്ച സമയങ്ങളുണ്ട്. അതുകൊണ്ട് എന്തുമാവാന്ന ഒരു കാര്യം ദയവായി അങ്ങ് മിണ്ടാതിരിക്കുക. എനിക്ക് മറുപടി പറയാനുള്ള കാര്യങ്ങൾ പറയാം. അങ്ങ് പറഞ്ഞല്ലോ പാലക്കാട്ടെ ഈ സന്ദീപ് വാര്യർ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞില്ല. താങ്കളുടെ ചെവിക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ട്. താങ്കളുടെ ചെവി പലതും കേൾക്കുന്നില്ല. താങ്കൾ അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസിൻ്റെ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനോടും ഒപ്പമുള്ള ആ സ്റ്റേജിലാണ് അദ്ദേഹം ആദ്യം പത്രസമ്മേളന വേദിയിലാണ് പറഞ്ഞത്. അവിടെ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ വരെ പറഞ്ഞ എല്ലാ ആശയങ്ങളും ഞാൻ പൂർണ്ണമായും ഒഴിവാക്കി, അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് മതേതരത്തിൻ്റെ സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. ഇതിനപ്പുറത്തേക്ക് എന്ത് കാര്യങ്ങളാണ് പറയേണ്ടത്? CPM-ന് ഇതൊന്നും കേട്ടാൽ ദഹിക്കില്ല. മറ്റൊരു കാര്യം അങ്ങ് പറഞ്ഞത് കോൺഗ്രസിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. കോൺഗ്രസിനെ കുറിച്ച് ഞാൻ ചോദിച്ച എന്തെങ്കിലും ചോദ്യത്തിന് ആർഷോ മറുപടി പറഞ്ഞില്ല. ആർഷോക്ക് ഒന്നാം പ്രതിയായ നമ്മുടെ ഈ അഭിമന്യുയുടെ ഒന്നാം പ്രതിയെ 1.5 കൊല്ലം അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ച് ആർഷോന് മറുപടി പറയാനില്ല. കോഴിക്കോട് ഫറൂഖ് നഗരസഭയിലെ ഒരു വനിതാ കൗൺസിലറോട് നിങ്ങൾ കാണിച്ച നിലപാടിനെ കുറിച്ച് അങ്ങ് മറുപടി പറഞ്ഞില്ല. അങ്ങ് ഇവിടെ പറഞ്ഞത് മറ്റു പല കാര്യങ്ങളുമാണ്. ഒരു കാര്യം തുറന്നു പറയാം. അങ്ങ് ചേവായൂർ ബാങ്കിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് മറുപടി പറയാനുണ്ട്. ചേവായൂർ ബാങ്കിൽ കേരളത്തിലെ കണ്ണുള്ളവർ ചെവിയുള്ളവർ കാണുകയും കേൾക്കുകയും ചെയ്തു താങ്കളുടെ പാർട്ടിയുടെ കിരാതമായ നിലപാടുകൾ. ആ കിരാതമായ നിലപാടുകൾ അവയ്ക്ക് KPC പ്രസിഡന്റിനെ പുറത്ത് കെട്ടി വെക്കേണ്ട. താങ്കളുടെ സ്വഭാവം അതാണ്, താങ്കളുടെ പാർട്ടിയുടെ സ്വഭാവം അതാണ്. വെട്ടും കുത്തും ഗുണ്ടായുസവും അല്ലാതെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എവിടെയെങ്കിലും താങ്കൾക്ക് ജയിക്കാൻ സാധിക്കുമോ? താങ്കളുടെ പാർട്ടിക്ക് ജയിക്കാൻ സാധിക്കുമല്ലേ? കൊടുവാളും കത്തിയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങാനേ നിങ്ങൾക്ക് അറിയൂ. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. KPCC പ്രസിഡന്റിന്റെ പ്രസംഗം തരാമെന്നായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. ആർഷോ വിരളി പിടിക്കണ്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരി പോലീസ് സ്റ്റേഷന് മുമ്പിൽ പറഞ്ഞത് സ്റ്റേഷൻ്റെ ഉള്ളിലും ഞങ്ങൾ ബോംബുണ്ടാക്കുന്ന. അങ്ങനെ ബോംബുണ്ടാക്കി പാർട്ടി നേതാക്കളുടെ മക്കൾക്ക് പരിക്ക് പറ്റിയതൊക്കെ ഞങ്ങൾക്കറിയാം. അവിടെ ഇവിടെ ബോംബുകൾ ഉണ്ടാക്കി ആളുകളെ കൊല്ലാനും കൊലക്ക് കൊടുക്കാനും നിങ്ങൾ DCC ഓഫീസിനകത്ത് ബോംബ് നിറച്ചു വെച്ച് മാധ്യമങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുത്തതിന്റെ ചരിത്രം പോയകാല കേരളത്തിലുണ്ട് കേട്ടോ സാറേ. ഒരു കാര്യം DCC ഓഫീസിനകത്ത് ആർഷോ വെപ്രാളപ്പെടാൻ പറയാൻ കഴിയും. ബോംബ് നിരത്തി വെച്ചിട്ടേ അല്ല, ചരിത്രം ഇവിടെ എനിക്കെന്ത് നിങ്ങൾ DCC ഓഫീസിനകത്ത് ബോംബ് നിരത്തി വെച്ചത് നമുക്കറിയാം. കൊലംകുത്തിയാക്കി നിങ്ങളുടെ ഒരു
സഖാവിന് 51 വെട്ടിയിട്ട് കുഞ്ഞനന്തനെ അകത്തിട്ടല്ലോ കോടതി. ആ കുഞ്ഞനന്തൻ തിരിച്ചു വന്നപ്പോൾ ഹനീഫയെ കൊലപ്പെടുത്തിയ, മധു ഇച്ചരത്തിനെ കൊലപ്പെടുത്തിയ, ലാൽജി കൊള്ളന്നൂരിനെ കൊലപ്പെടുത്തിയ, പുതിയ വീട്ടിൽ ബഷീറിനെ കൊലപ്പെടുത്തിയ അതേ കദർദാരിയല്ലേ സാറേ അങ്ങും കൃപേഷിനെ പുതിയ വീട്ടിൽ ബഷീർ ഓട്ടോടിച്ച് കൊലപ്പെടുത്തിയ നൂറുകണക്കിന് പ്രവർത്തകരെ കൊല ചെയ്തവർ കോടതിയുടെ ചോര ഞാൻ ഇടപെടുന്നു. നോക്കൂ നിയാസ്, ഞാൻ ചോദിച്ചത് ആ പാലക്കാട് വിഷയത്തെ കുറിച്ചായിരുന്നു. അങ്ങ് കാടുകയറി എന്തൊക്കെയോ പറഞ്ഞു. ശരി, ഇടപെട്ടപ്പോൾ അങ്ങ് എന്നോട് അസഹിഷ്ണുത കാണിക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ BJPയുടെ പ്രതിനിധി തന്നെ പറഞ്ഞു, സന്ദീപ് വാര്യർ BJPയിൽ നിൽക്കുമ്പോൾ പറഞ്ഞ നിലപാടുകളൊന്നും അത് BJPയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടല്ല പറഞ്ഞത്, അത് സന്ദീപ് വാര്യരുടെ മാത്രം പേഴ്സണൽ അഭിപ്രായമായിട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അതൊക്കെ മാറുമെന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അങ്ങ് പറഞ്ഞു അദ്ദേഹം എല്ലാത്തിനെയും തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് പറയാൻ സന്ദീപ് വാര്യർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നിങ്ങൾ ആരും അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടതുമില്ല. ശരി, ഞാൻ മടങ്ങി വരാം. ഞാൻ ശ്രീ ജയശങ്കറിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. ശ്രീ ജയശങ്കർ, നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത് ഈ ഇരട്ട വോട്ട് സംബന്ധിച്ച വിഷയമാണ്. BJPയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിന് അവിടെ ഇരട്ട വോട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന നടത്തിയ ഒരാൾ എന്ന നിലയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് BJPയുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി തന്നെയാണ്. സാധാരണഗതിയിൽ നോക്കൂ, ഒന്നിലധികം ഇടങ്ങളിൽ വോട്ടുകളുള്ള ആളുകൾ, അയാൾ ഒരു സാധാരണ പൗരനാണെങ്കിൽ പോലും നമുക്ക് തോന്നാറുണ്ട് ഒന്നിലധികം അടുത്ത് വോട്ടുണ്ടല്ലോ, അപ്പോൾ അതൊരു നിയമവിരുദ്ധമല്ലേ, അതങ്ങനെ പാടില്ലല്ലോ എന്നുള്ളതല്ലേ. നമ്മൾ സാധാരണഗതിയിൽ പോലും ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് അങ്ങനെ വോട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യും, ആ വോട്ട് വെട്ടേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? അതിനു മുമ്പ് ഞാനിതുവരെ ഒന്നും ബഹളം വെക്കാതെ ഇരിക്കുകയായിരുന്നു. കാരണം എനിക്കൊരു അവസരം കിട്ടിയില്ല രണ്ടുപേർക്കും മറുപടി പറയാൻ വേണ്ടി. സന്ദീപ് വാര്യർ പറഞ്ഞ പല കാര്യങ്ങളെപ്പറ്റിയും ഇവിടെ ചർച്ച നടന്നു. സന്ദീപ് വാര്യർ കഴിഞ്ഞ 2 ദിവസമായിട്ട് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി പറയുന്ന ആരെങ്കിലും കേട്ടോ? ആരും കേട്ടില്ലല്ലോ. കാരണം എന്താ? നിരന്തരമായി രാഹുൽ ഗാന്ധിയുടെ സ്കോർ കാർഡ് ഇടുകയും മണ്ടൻ, പൊട്ടൻ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ നിരന്തരമായി അവഹേളിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി ഇതുവരെ രാഹുൽ ഗാന്ധിയെപ്പറ്റി ഒരു നല്ല വാക്ക് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞത് വളരെ അപ്രസക്തനായ ഒരാളാണെന്ന് ഇപ്പോൾ കോൺഗ്രസ്സിലെ പ്രവർത്തകർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഒപ്പമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങൾക്കൊപ്പമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. അങ്ങ് കേൾക്കാത്തോണ്ടാ? രാഹുൽ ഗാന്ധിയെപ്പറ്റി അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതേ പ്രസ്താവനകളൊക്കെ താങ്കളൊന്ന് പോയി പരിശോധിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും. രാഹുൽ ഗാന്ധിയെ ഇത്രയും ഒരു മണ്ടനായി ചിത്രീകരിച്ചിട്ടുള്ള, ഇത്രയും ഒരു വിഡ്ഢിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു രാത്രി കൊണ്ട് ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാളയത്തിലേക്ക് വരികയും രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളോട് പെട്ടെന്ന് യോജിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ, ശിഷ്യ പാലക്കാട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞല്ലോ, പല കാര്യങ്ങൾ പറഞ്ഞു പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം 2 കൂട്ടർ ഇവിടെ മുസ്ലിം പ്രീണന നടത്തുന്നത്. ഈ വഖഫിൻ്റെ കാര്യത്തിൽ വടക്കേനിറയായാലും കൊപ്പമായാലും കൽപ്പാത്തി ആയാലും ഒക്കെ തന്നെ വഖഫ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുള്ള വസ്തുതകളാണ് പുറത്തേക്ക് വരുന്നത്. ഇവിടുത്തെ പാലക്കാട് ജനങ്ങൾ വിഡ്ഢികളല്ല, മനസ്സിലായില്ലേ? അവർക്ക് കൃത്യമായിട്ട് അറിയാം കേരളത്തിൽ വർഗീയ ധ്രുവീകരണം നടക്കുന്നുണ്ട്, ആരാണ് നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയത്, ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു റിവേഴ്സ് പോളറൈസേഷൻ പാലക്കാട് ഉണ്ടായാൽ അതിൽ ജനങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം കൂടെ, ലാസ്റ്റ് ഒരു പോയിന്റും കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇല്ല, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആർഷോ പറഞ്ഞ ഒരു കാര്യത്തിനൊരു മറുപടി കൂടി പറഞ്ഞു. BJP ചിത്രത്തിലേ ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പാലക്കാട് നഗരസഭയിൽ ഈ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കോളൂ, ആരാണ് പാലക്കാട് നഗരസഭയിൽ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്? പാർട്ടി. അത് ആ കണക്കുകൾക്ക് തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലോ. BJP ആണ് ഇവിടെ പാലക്കാട് നഗരസഭയിലെ ഏത് മുക്കിനും മൂലയ്ക്ക് എടുത്ത് പോയി നോക്കിക്കോളൂ. BJP, നിങ്ങൾ ഈ 23-ാം തീയതി വോട്ട് എണ്ണുന്ന ദിവസം നിങ്ങൾ നോക്കിക്കോളൂ, പാലക്കാട് നഗരസഭയിൽ വൻ ഭൂരിപക്ഷത്തിൽ BJP മുന്നിൽ വരും. വൻ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് BJPയുടെ ഡെവലപ്മെന്റ് രാഷ്ട്രീയം. പിന്നെ നിങ്ങൾ ചോദിച്ച ഇരട്ട വോട്ടിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുക്കും.
ആ തീരുമാനം തീർച്ചയായിട്ടും എല്ലാവർക്കും ബാധകമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ധാർമ്മികത മുൻനിർത്തി അങ്ങനെ ഒരു ഇരട്ട വോട്ട് രണ്ടിടത്ത് ഉണ്ട് എന്ന് കണ്ടാൽ ധാർമ്മികതയുടെ പേരിൽ ഒഴിഞ്ഞു നിൽക്കേണ്ടവരല്ലേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ? അതിന് പിന്നെ അതിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഞങ്ങൾ തീർച്ചയായിട്ടും അല്ല. ആ ആളുകൾക്ക് മാറി താമസിക്കാനും മാറി വോട്ട് ചെയ്യാനും ഒക്കെയുള്ള അധികാരങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലുണ്ടല്ലോ. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയട്ടെ. ഇല്ല, രണ്ടിടത്ത് വോട്ട് ചെയ്യാൻ അതിൻ്റെ കാലഘട്ടങ്ങൾ പരിശോധിക്കണം. ആരെ മാറി താമസിച്ചിട്ടുണ്ടോ, എത്ര കാലങ്ങൾക്ക് ശേഷമാണ് അവർ മാറി താമസിച്ചിട്ടുള്ളത്, അതൊക്കെ പരിശോധിക്കട്ടെ. BJP അതിനൊന്നും എതിരല്ലല്ലോ. അതിനാണ് പാലക്കാട്ടെ BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം എപ്പോഴാണ് താമസിച്ചത്, എപ്പോഴാണ് ലാസ്റ്റ് വോട്ട് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ. ഞങ്ങളതിന് എതിരല്ലല്ലോ. പക്ഷെ BJP ചിത്രത്തിലില്ല എന്നൊക്കെ വിഡിത്തം പറഞ്ഞാൽ ഞാൻ അതിനെ കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എപ്പോഴാണ് ലാസ്റ്റ് വോട്ട് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം മാറിയിട്ടുണ്ടോ, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ. ഞങ്ങൾ ആ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കും. അല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നുള്ളതാണ് ശ്രീ ജയശങ്കർ. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. അതിലേക്ക് വരൂ, താങ്കൾ ഇങ്ങനെ വഴുതി മാറല്ലേ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ഉള്ള കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ഇതാർക്കും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതോ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാനോ കഴിയില്ലല്ലോ. CPM-ന് തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ സ്ഥലത്തും ആളുകളുടെ പേര് ഒഴിവാക്കുകയും ഡബിൾ വോട്ട് ചെയ്യുകയും കള്ളവോട്ട് ചെയ്ത് പിടിക്കപ്പെട്ടിട്ടില്ലേ? നിങ്ങളുടെ എത്രയോ നേതാക്കൾ തന്നെ CCTV ഫുട്ടേജസ് വന്നിട്ടില്ലേ നിങ്ങളുടെ നേതാക്കൾ കള്ളവോട്ട് ചെയ്യുന്നതിൻ്റെ? അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ചാനലിൽ എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നു? ഞാൻ BJP കുറിച്ചാണല്ലോ, CPM-നെ കുറിച്ചല്ലോ. ഈ നടക്കുന്ന സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിൽ BJP-യിൽ ആരും കള്ളവോട്ട് ചെയ്തതായിട്ട് നിങ്ങൾ BJP-യുടെ ആരെങ്കിലും കള്ളവോട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ശ്രീ ജയശങ്കർ, നോക്കൂ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന് ഞങ്ങൾ വിടുകയാണ് എന്നുള്ളത് തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് BJP പ്രവർത്തിക്കില്ല. ഇടപെടട്ടെ എന്നുള്ളതല്ലോ. ധാർമ്മികത മുൻനിർത്തി BJP അതിൽ എന്താണ് തീരുമാനമെടുത്തത് എന്നുള്ളതാണ്. സ്വാഭാവികമായി നിങ്ങളത് ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ ഇതിനോടകം തന്നെ. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ എന്താണോ പറയുന്നത് ആ ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് BJP പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കുള്ളിൽ നിന്ന് നിങ്ങൾ പ്രവർത്തിക്കും. ക്ലിയർ ആണ് ശ്രീ S. ജയശങ്കർ. ഞാൻ മടങ്ങി വരാം. ആർഷോ, ആ വിഷയത്തിൽ ആർഷോയുടെ ചോദ്യമുണ്ട്. ഞാൻ വരാം. ചർച്ചയിലേക്ക് വരുമ്പോൾ ആർഷോ, ഇരട്ട വോട്ടിന്റെ കാര്യം ഉന്നയിച്ച് ഇന്ന് മാർച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു LDF. പക്ഷേ അതിന്റെ ഒന്നും ആശങ്കയ്ക്ക് ഇടയുണ്ടെന്ന് തോന്നുന്നില്ല. BJP-ക്കാർ തന്നെ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾ അനുസരിച്ചേ അവർ മുന്നോട്ട് പോകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അന്തിമ പട്ടിക വരുന്നതിന് മുൻപ് അത് വെട്ടിമാറ്റാമായിരുന്നു. അല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ ഗൗരവകരമായിട്ടുള്ള അഭിപ്രായമാണ്, വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് തെളിവുകൾ സഹിതം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിയമവിരുദ്ധമായി കള്ള വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്, ഇരട്ട വോട്ടുകളുണ്ട് തുടങ്ങിയവ ഞങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വെച്ചത് വോട്ടർ പട്ടികയിലെ തെളിവുകളടക്കം എണ്ണി പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലേക്കും വെച്ചിട്ടുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പാകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏത് നിലയ്ക്കും അട്ടിമറി നടത്തി ജനാധിപത്യ വിരുദ്ധമായി ഇടപെട്ട് ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ തീരുമാനം എന്താണോ അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അത് വളരെ വിപുലമായി നടന്നിട്ടുണ്ട്. ഞങ്ങളിത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇവിടെ ചില സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഞങ്ങൾ കരുതിയിരുന്നതാണ് ഇവിടെ അജിത്തിനും സച്ചിൻ ടെണ്ടുൽക്കറിനും രജനീകാന്തിനും ഒക്കെ വോട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും എന്നത് തന്നെയായിരുന്നു ഞങ്ങളുടെ നിഗമനം. അതുകൊണ്ടാണ് ഞങ്ങൾ കുറെ കൂടെ ഗൗരവത്തിൽ അത് പരിശോധിച്ച ഘട്ടത്തിൽ അത് സമാനമായ നിലയിലാണ് എന്ന് ബോധ്യപ്പെടുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഒട്ടും പുറകിലല്ല BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വ്യാജമായി വോട്ട് ചേർക്കുന്ന ഈ പറഞ്ഞ പോലെ വ്യാജമായി വോട്ട് ചേർക്കുന്ന നില ഉണ്ടാകുകയാണ്. ഏത് നിലയ്ക്കും എന്ത് വില കുറഞ്ഞ ഏർപ്പാട് കാണിച്ചും ഈ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിനെതിരെ എല്ലാ അറ്റം വരെയും നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞ തെളിവുകളൊക്കെ പരിശോധിച്ച് വോട്ടർ പട്ടിക വീണ്ടും പരിശോധിച്ച് ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടിക്രമങ്ങൾ പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. ചേർക്കപ്പെട്ട കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടി
ഇരട്ട വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആരെങ്കിലും വരുന്ന നിലയുണ്ടായാൽ അതിശക്തമായ ക്രിമിനൽ നിയമ നടപടി അവർക്കെതിരെ ഉണ്ടാകുമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ പാവം പിടിച്ച മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ നിലയ്ക്ക് ജനാധിപത്യ വിരുദ്ധ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി കോൺഗ്രസും BJPയും ശ്രമിക്കരുത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പറഞ്ഞ പോലെ അതിശക്തമായിട്ടുള്ള നടപടി അവർക്കെതിരെ ഉണ്ടാകും എന്നുള്ളത് ഈ ഘട്ടത്തിൽ തന്നെ വ്യക്തമാണ്. സ്വാഭാവികമായും ഇതിനെയൊക്കെ പാലക്കാട്ടെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും പരിപൂർണമായ വിശ്വാസത്തിൽ തീർച്ചയായും ഹർഷ, ഞാൻ ഒന്ന് ഇടപെടുന്നു. ഒരു ചെറിയ കാര്യം കൂടി ശ്രീ PM നിയാസിനോട്. ശ്രീ PM നിയാസ, ജാംബവാന്റെ കാര്യത്തിലുള്ള ഒരു ബാബരി മസ്ജിദ് വിഷയത്തെക്കുറിച്ച് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതിൽ താങ്കളുടെ ഒരു കമന്റ്, പാർട്ടിയുടെ കമന്റ്, ചെറിയ വാക്കുകളിൽ, അതുകൊണ്ടാണ് ചോദ്യം നീട്ടാത്തത്, സമയമില്ല. നോക്കൂ ഈ മാതൃഭൂമി പത്രം അതിൻ്റെ അതിന് വീരേന്ദ്രകുമാറും ഇപ്പം മകൻ LDFിലുള്ള ശ്രേയംസാണ്. ആ പത്രത്തിൽ വ്യക്തമായി EMSൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് ഏറ്റവും ആദ്യം ബാബരി മസ്ജിദ് പൊളിച്ചു നീക്കി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് EMS പറഞ്ഞു. ഇന്നെങ്കിലും ഞാൻ പറയട്ടെ, തിരുത്തിയിട്ടില്ല, ഇതുവരെ തിരുത്തിയിട്ടില്ല. അന്ന് രേഖപ്പെടുത്തണം. നിങ്ങൾ ദേശാഭിമാനികളെങ്കിലും കൊടുക്കണം. നമ്പൂരിപ്പാട് അത് പറഞ്ഞിട്ടില്ല എന്ന് EMS കഴിഞ്ഞിട്ടല്ല പറയേണ്ടത്. കോൺഗ്രസിനെ കണ്ടു തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ചർച്ചയുടെ ആദ്യഘട്ടം മുതൽ തന്നെ താങ്കൾ ഈ നിലപാടാണ് സ്വീകരിക്കുന്നത്. അവസാന മിനിറ്റ് കൂടിയാണ്. നോക്കൂ, താങ്കൾ കേൾക്കൂ. ഒന്ന് ചരിത്രബോധത്തോടു കൂടി പറയുന്നു EMS അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുന്നു താങ്കൾ മാതൃഭൂമി എന്ന് കോട്ട് ചെയ്യുന്നതെങ്കിൽ മാതൃഭൂമി അത് തിരുത്തിയിട്ടുണ്ട് എന്നത് മാത്രമല്ല, EMSന്റെ പ്രസ്താവനയുടെ പിതൃത്വം താങ്കൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചോദിച്ചത് ബാബരി വിഷയം ജാംബവാന്റെ കാലത്തെ വിഷയമാണെന്ന KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രസ്താവനയെ കുറിച്ചാണ്. ബാബരി ജാംബവാന്റെ കാലത്തുള്ളതാണെങ്കിൽ നമ്മളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ അതേക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഇന്നലെ വരെ ദേശാഭിമാനി പോലും പറയാത്ത കാര്യമാണ് ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് പാണക്കാട് തങ്ങൾക്കെതിരെ പറഞ്ഞത് മുഖ്യമന്ത്രി കൂട്ടുകെട്ടായ CJPയുടെ നേതൃത്വത്തിൽ പാണക്കാട് തങ്ങൾ എന്താണ് PM നിയാസ് വിമർശനാതീതനാണോ? പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനല്ലേ? കെ സുരേന്ദ്രനെ വിമർശിക്കുന്നത് പോലെ പാണക്കാട് തങ്ങളെയും മതേതര നാട് വിമർശിക്കും. പാണക്കാട് തങ്ങളുടെ വിമർശനാതീതനൊന്നുമല്ലല്ലോ. ഞാൻ ചോദിച്ച വിഷയത്തിന് മറുപടി ഉണ്ടെങ്കിൽ അത് പറയൂ PM നിയാസ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയൂ. ഇല്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ നിലപാടാണെന്ന് കരുതി ചർച്ച അവസാനിപ്പിക്കേണ്ടി വരും. ആത്മീയ നേതാവാണ്, അദ്ദേഹം ആത്മീയ നേതാവാണ്. കോൺഗ്രസിന്റെ നിലപാട് അദ്ദേഹം ആത്മീയ നേതാവാണ്. അത് ആത്മീയ നേതാവാണ്. ആത്മീയ നേതാക്കളുടെ വിമർശനാതീതനാണോ? അല്ല. ആത്മീയ നേതാക്കളെ വിമർശിക്കും, ആത്മീയ നേതാക്കളുടെ പ്രസ്താവനകളെ വിമർശിക്കും. ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയല്ലേ PM നിയാസ്? നോക്കൂ, ജാംബവാന്റെ കാലത്തെ വിഷയമാണ് ബാബരി മസ്ജിദ് എന്ന പ്രസ്താവനയിൽ താങ്കൾക്ക് എന്താണ് മറുപടി എന്ന് ചോദിക്കുമ്പോൾ താങ്കൾക്ക് അതിന് മറുപടി ഇല്ല. അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രന്റെ ആ പ്രസ്താവന കോൺഗ്രസിന്റെ തന്നെ നിലപാടാണ് എന്ന് കണ്ട് ചർച്ച അവസാനിപ്പിക്കേണ്ടി വരും. താങ്കൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ബാബരി മസ്ജിദ് പൊളിച്ചത് ആരാണ് എന്നും അതിനെതിരായി കോൺഗ്രസ് എടുത്ത നിലപാട് എന്താണെന്നും ക്രിസ്റ്റൽ ക്ലിയർ ആയി കേരളത്തിൽ വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ബാബരി മസ്ജിദ് ജാംബവാന്റെ കാലത്തുള്ള വിഷയമാണ് എന്ന് പറഞ്ഞത് കെ സുധാകരനാണ്. സുഹൃത്തെ, ചരിത്രം പറയണമെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അതിനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നിങ്ങളാണ് ഇന്ന് ചെറിയ കമന്റിനുള്ള സമയമുള്ളൂ. നോക്കൂ, കെ സുധാകരന്റെ ആ പ്രസ്താവനയെ PM നിയാസ് ഓൺ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം കോൺഗ്രസിന്റെ നിലപാടാണ് എന്നുള്ളതാണ്. ഇവരാണ് ഇവിടുത്തെ മതേതരം പറയുന്നത്. ജാംബവാന്റെ കാലത്തെ വിഷയമാണ് ബാബരിയെങ്കിൽ നമ്മളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്?
അല്ല അസിത, സന്ദീപ് വാര്യർ കോൺഗ്രസിനകത്ത് പ്രവേശിച്ചതിന് ശേഷം ഇങ്ങോട്ട് സന്ദീപ് വാര്യർ എഫക്റ്റ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് കണ്ടു തുടങ്ങി എന്നുള്ളതിന്റെ ആദ്യ ലക്ഷണമായിരുന്നു ഈ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ്. സന്ദീപ് വാര്യർ എഫക്റ്റിന്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് ഇന്ന്. എങ്ങനെയാണോ സംഘപരിവാർ നേരത്തെ വാട്സപ്പ് ഫോർവേഡുകളായിട്ട് കള്ളങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത്, ആ കൂട്ടത്തിൽ സന്ദീപ് വാര്യർ തന്നെ KPCC ഗ്രൂപ്പിനകത്തേക്ക് ഇട്ട പച്ച കള്ളമായിരിക്കും മാതൃഭൂമിയുടെ വാർത്ത കോട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഇപ്പോ ഈ ചർച്ചയ്ക്കകത്ത് വന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏറെക്കുറെ സന്ദീപ് വാര്യർ എഫക്റ്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഗോൾവാൾക്കറുടെ മുൻപിൽ കുമ്പിടുന്ന VD സതീശനും അതേപോലെ തന്നെ RSS ആയിക്ക് കാവല് നിന്ന KPCC പ്രസിഡന്റും അതിന്റെ ഒത്ത നടുക്ക് ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളുടെ കഴുത്തിൽ ടയറിട്ട് കത്തിക്കണം എന്ന് ആക്രോശിച്ച സന്ദീപ് വാര്യരും ചേരുന്ന വളരെ മനോഹരമായിട്ടുള്ള കോൺഗ്രസ് ജനതാ പാർട്ടി കേരളത്തിന്റെ മുൻപിൽ വെളിവായിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. തീർച്ചയായും PM മാർഷോ, വിചാരധാരയും ഗോൾവാൾക്കറേയും തള്ളിപ്പറയാതെ എങ്ങനെ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിനോട് ചേരാൻ കഴിയുമെന്നുള്ളതായിരുന്നു നിലനിന്നിരുന്ന ഏറ്റവും വലിയ സംശയം. അതിനിതാ ബാബരി മസ്ജിദ് ജാംബവാന്റെ കാലത്തെ സംഭവമാണെന്ന KF സുധാകരന്റെ പ്രസ്താവനയോടെ എങ്ങനെ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് പാളയത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ഉത്തരമായിരിക്കുന്നു. PM നിയാസ് അടക്കമുള്ളവർ അതിനെ തള്ളാത്തിടത്തോളം കാലം അത് കോൺഗ്രസിന്റെ കൂടി നിലപാടായി ഇനിയുള്ള ചരിത്രം വായിക്കാനും പോകുകയാണ്. വളരെ നന്ദി 3 പേർക്കും ചർച്ചയിൽ ചേർന്നതിന്.